ഗുഡ് ഈവനിങ് സ്റ്റുഡൻസ്. എൻ്റെ പേര് ശ്രീജിത്ത് എന്നാണ്. ഞാൻ ഈ സെമസ്റ്ററിൽ നിങ്ങളുടെ കോംപ്ലിമെൻ്ററി ബോട്ടണിയിലുള്ള മൊഡ്യൂൾ 3 മുതൽ 6 വരെയുള്ള മൊഡ്യൂളുകളാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത്. അതിൽ മൂന്നാമത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത് റെസ്പിറേഷനാണ്. അപ്പോൾ റെസ്പിറേഷൻ നമ്മൾ പഠിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ഫോട്ടോസിന്തസിസ് കംപ്ലീറ്റ് ആയിട്ടൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഫോട്ടോസിന്തസിസ് മനസ്സിലായാൽ മാത്രമേ നമുക്ക് റെസ്പിറേഷനെ കുറിച്ച് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയുള്ളൂ. സോ അത് എന്തായാലും ടീച്ചർ പഠിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ എടുക്കുന്നത്. അപ്പം തുടക്കം എന്ന നിലയ്ക്ക് ഞാൻ അടുത്ത മൊഡ്യൂൾ, അതായത് നിങ്ങളുടെ 4ാമത്തെ മൊഡ്യൂളായിട്ടുള്ള എക്കോളജിയാണ് നിങ്ങൾക്ക് ആദ്യമായിട്ട് എടുക്കുന്നതൊന്ന്. ഇന്നിപ്പോൾ നമ്മളൊരു ഇൻട്രൊഡക്ഷൻ രീതിയിൽ എക്കോളജി എന്താണെന്നും അതിൻ്റെ സ്കോപ്പ്, റിലവൻസ്, കാര്യങ്ങൾ എന്താണെന്നും നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് എക്കോളജി പഠിക്കുന്നത് എന്നുള്ളതൊക്കെ ഒന്ന് ജസ്റ്റ് പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. എന്തായാലും എക്കോളജി എന്ന് പറഞ്ഞാൽ എക്കോളജി is a scientific study of distribution and abundance of organisms, the interaction among organism and the interaction between organism and their abiotic environment. ഒരു ഡെഫിനേഷനായിട്ട് നമ്മൾ എക്കോളജിയെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? എക്കോളജി ഈസ് എ സയൻറ്റിഫിക് സ്റ്റഡി. എന്താ എക്കോളജി എന്ന് പറഞ്ഞൊരു സയൻറ്റിഫിക് സ്റ്റഡിയാണ്. എന്തിനെപ്പറ്റി? നമ്മുടെ എക്കോസിസ്റ്റം എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് നമ്മുടെ വേൾഡ് അല്ലെങ്കിൽ ഭൂമിയിലെ ഫുൾ ജീവനെ പറ്റിയും നമ്മൾ പഠിക്കുന്നൊരു ശാസ്ത്രശാഖയാണ് എക്കോളജി എന്ന് പറയുന്നത്. ഓക്കെ, എക്കോളജി ഈസ് ദ സയൻറ്റിഫിക് സ്റ്റഡി ഓഫ് ദ ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് അബണ്ടൻസ് ഓഫ് ഓർഗാനിസം. നമുക്കറിയാം, ഈ ഭൂമിയിൽ ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ കോടിക്കണക്കിന് ഓർഗാനിസംസ് ഉണ്ട്. ഈവൻ ബാക്ടീരിയസ് അല്ലെങ്കിൽ വൈറസ് മുതൽ ഏറ്റവും അഡ്വാൻസ്ഡ് നമ്മൾ പറയുന്ന ഹ്യൂമൻസ് വരെ കോടിക്കണക്കിന് ഓർഗാനിസംസ് ഉണ്ട്. ഇങ്ങനെയുള്ള ഓർഗാനിസംസ് എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തേക്കുന്നത്, അവരുടെ എണ്ണം, അവരുടെ ഏതൊക്കെ ഏരിയകളിലാണ് അവർ ഉള്ളത് എന്ന രീതിയിലുള്ള അവരുടെ ഡിസ്ട്രിബ്യൂഷൻ കാര്യങ്ങൾ, അതിൻ്റെ അബണ്ടൻസ്. ഇപ്പോൾ നമുക്കറിയാം 700 കോടിയിൽ കൂടുതൽ ഹ്യൂമൻ ഉണ്ട്. അതുപോലെ ബാക്ടീരിയാസൊക്കെ നമുക്ക് എണ്ണാൻ പോലും കഴിയാത്ത എത്ര അളവിലുണ്ടാവും. സോ അവരുടെ അബണ്ടൻസ് എത്രയാണ്, ഒരു ഏരിയയിൽ അവർ എത്ര കാണും, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതുപോലെ ഇവർ തമ്മിലുള്ള ഇൻട്രാക്ഷൻസ്, ഓരോ ജീവജാലങ്ങളും തമ്മിൽ ഇൻട്രാക്ട് ചെയ്യുന്നുണ്ട് അല്ലേ? നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഹ്യൂമൻ പോപ്പുലേഷൻ എടുത്താൽ പോലും ഹ്യൂമൻസ് പോലും തമ്മിൽ ഇൻട്രാക്ഷൻ ചെയ്യുന്നുണ്ട്. അതുപോലെ മറ്റു ഓർഗാനിസംസുമായിട്ടും ഇൻട്രാക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഇൻട്രാക്ഷൻസ് ആൻഡ് ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ഓർഗാനിസംസ് ആൻഡ് ദെയർ എൻവയോൺമെൻറ്റ്, നമ്മുടെ ചുറ്റുമുള്ള എൻവയോൺമെൻറ്റുമായിട്ടും നമ്മൾ ഇൻട്രാക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനെപ്പറ്റി എല്ലാം ഒരു സയൻറ്റിഫിക്കായിട്ട് പഠിക്കുന്ന ഒരു ബ്രാഞ്ച് ഓഫ് സയൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? എക്കോളജി എന്ന് പറയുന്നത്. ഈസി ആയിട്ട് മനസ്സിലാക്കുക. എക്കോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സയൻറ്റിഫിക് സ്റ്റഡിയാണ്. അതിലെന്തൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത്? ഈ ബയോസ്ഫിയറിൽ അല്ലെങ്കിൽ ഈ ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളെ പറ്റിയും അതിൻ്റെ ഡിസ്ട്രിബ്യൂഷനെ പറ്റിയും അതിൻ്റെ അബണ്ടൻസിനെ പറ്റിയും അവരെങ്ങനെയാണ് തമ്മിൽ ഇൻട്രാക്ട് ചെയ്യുന്നത് എന്നും അതുപോലെ അവർക്ക് ചുറ്റുമുള്ള എൻവിറോൺമെൻറ്റിനോട് അവരെങ്ങനെയാണ് ഇൻട്രാക്ട് ചെയ്യുന്നതെന്നും പഠിക്കുന്നുണ്ട്. ഓക്കെ, ഇതൊരു ഒരു വൈഡ് ബ്രാഞ്ച് ഓഫ് സയൻസാണ്. ഇക്കോളജി എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നെ അറിയാം, ഈ കോടിക്കണക്കിന് ജീവജാലങ്ങളെ ഇക്കോളജി എന്നുള്ള ഒരൊറ്റ ബ്രാഞ്ചിനകത്താക്കിയിട്ട് നമുക്കൊരിക്കലും പഠിക്കുക എന്നുള്ളത് അത്ര എളുപ്പമല്ല. സോ ഇതിന് ഒരുപാട് സബ് ഡിവിഷനുകളുണ്ട് എക്കോളജി. കമ്മ്യൂണിറ്റി എക്കോളജി, പോപ്പുലേഷൻ എക്കോളജി, ബിഹേവിയറൽ എക്കോളജി, സിൻ എക്കോളജി, ഓട്ട് എക്കോളജി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സബ് ഡിവിഷനുകളുണ്ട്. ഇപ്പോൾ ജനറലി ഇതിനെല്ലാം കൂടെ നമ്മൾ വിളിക്കുന്ന പേര് എക്കോളജി എന്നാണ്. സ്റ്റഡി ഓഫ് എക്കോസിസ്റ്റം എന്ന് വേണം ഒറ്റ വാക്ക് നമുക്ക് പറയാം. അതിനെയാണ് ഇക്കോളജി എന്ന് വിളിക്കുന്നത്. ഓക്കെ, നമുക്ക് ഇപ്പോൾ ഈ ബയോസ്ഫിയർ അല്ലെങ്കിൽ ഭൂമിയെ, ബയോസ്ഫിയർ എന്ന് പറയുമ്പോൾ ലൈഫുള്ള ഒരു സ്ഫിയർ എന്ന രീതിക്ക് ഭൂമിയെ കൺസേൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ജീവൻ എവിടെയൊക്കെ ഉണ്ട് എന്നതിനെ അടിസ്ഥാനപ്പെടുത്തി ഭൂമിയിൽ പല രീതിയിൽ ജീവൻ പല ഘട്ടങ്ങളിലായിട്ട് ജീവൻ നിലനിൽക്കുന്നുണ്ട്. അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് നമുക്കൊരു 4 മേജർ ഡിവിഷനുകളായിട്ട് തിരിക്കുന്നുണ്ട്. നമുക്ക് പഠനത്തിന് എളുപ്പത്തിനായിട്ട് 4 മേജർ ഡിവിഷനുകളായിട്ട് തിരിക്കുന്നുണ്ട്. അതിൽ ഒന്നാമതാണ് ലിത്തോസ്ഫിയർ, 2 ഹൈഡ്രോസ്ഫിയർ, 3 അറ്റ്മോസ്ഫിയർ ആൻഡ് 4 ക്രയോസ്ഫിയർ. ഓക്കെ, ഒന്നുകൂടെ പറയാം. ലിത്തോസ്ഫിയർ, ഹൈഡ്രോസ്ഫിയർ, അറ്റ്മോസ്ഫിയർ ആൻഡ് ക്രയോസ്ഫിയർ. ഇതിനകത്ത് അറ്റ്മോസ്ഫിയർ എന്ന വാക്ക് നമ്മൾ ഒരുപാട് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നതാണ് അല്ലേ? എല്ലാവരും തന്നെ എപ്പോഴും പറയുന്ന ഒരു വാക്കാണ് അറ്റ്മോസ്ഫിയർ. അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ എയർ, നമ്മുടെ ചുറ്റുമുള്ള ആ ഒരു എയർ നമുക്ക് വളരെ ആവശ്യമാണ്. പക്ഷേ എയറിലും ഒരുപാട് ജീവികൾ ജീവിക്കുന്നുണ്ട് അല്ലേ? ഒരുപാട് ബാക്ടീരിയാസ്, ഈവൻ ഫംഗസ് സ്പോറുകൾ, അങ്ങനെ ഒരുപാട് ജീവജാലങ്ങൾ ഈ അറ്റ്മോസ്ഫിയറിലും ഉണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ ബേഡ്സിനെയൊക്കെ എടുത്തു കഴിഞ്ഞാലും ഒരു ഹാഫ് അറ്റ്മോസ്ഫിയറിക്കാണത്. അവർ കൂടുണ്ടാക്കുന്ന മരത്തിനാണെങ്കിൽ പോലും കുറേയധികം സമയം അവർ സ്പെൻഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവരുടെ ലൈഫിൻ്റെ ഒരു പാർട്ട് അറ്റ്മോസ്ഫിയറിലേക്കാണ്. അപ്പോൾ അങ്ങനെയുള്ള അതിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ഒരു പഠനം, അല്ലെങ്കിൽ ആ ഒരു ഘട്ടത്തെ അല്ലെങ്കിൽ ആ ഒരു മേഖലയെ നമ്മൾ തരംതിരിക്കുന്നതാണ് അറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞത്. ലിത്തോസ്ഫിയർ എന്ന് പറഞ്ഞാൽ എന്താ? കര. ജസ്റ്റ് അങ്ങനെ മനസ്സിലാക്കുക. കര, ഭൂമി, മണ്ണ്, സോയിൽ.
ആ സോയിലുള്ള ജീവജാലങ്ങളും അതിനെല്ലാം കൂടെ ഉൾപ്പെടുത്തിയിട്ട് നമ്മൾ ജനറലായിട്ടൊരു വാക്കായിട്ട് പറയുന്നത് ആണെന്ത്, ലിത്തോസ്ഫിയർ എന്ന് പറയുന്നു. ഹൈഡ്രോസ്ഫിയർ എന്ന് പറഞ്ഞാൽ അത് നെയിം ഇൻഡിക്കേറ്റ്, ആ പേരിനകത്ത് തന്നെയുണ്ട് ഹൈഡ്രോ എന്ന വാക്ക് നമ്മളിപ്പോഴും എന്തിനെ സംബന്ധിച്ച് ഉപയോഗിക്കുന്നത്, വെള്ളത്തെ സംബന്ധിച്ചാണ് ഉപയോഗിക്കുന്നത്. സോ ഹൈഡ്രോസ്ഫിയർ എന്ന് പറഞ്ഞാൽ എന്താ, വെള്ളം, കടൽ അല്ലെങ്കിൽ കായലുകൾ, അങ്ങനത്തെ വാട്ടർ ബോഡീസിലുള്ള ലൈഫിനെ പറ്റിയൊക്കെയുള്ള അവരുടെ ഇൻട്രാക്ഷൻസും കാര്യങ്ങളെ പറ്റിയൊക്കെയുള്ള ഒരു പഠനമാണ് എന്ത്, ഹൈഡ്രോസ്ഫിയർ എന്ന് പറയുന്നത്. ഇനി ക്രൈസോസ്ഫിയർ എന്നോ, ഇത് നിങ്ങൾ അധികം കേട്ടിട്ടില്ലാത്തൊരു വാക്കായിരിക്കും. ക്രൈസോ എന്ന് മീൻസ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഐസാണ്. ഇപ്പോൾ നമുക്കറിയാം എന്താ, നമ്മുടെ ഭൂമിയിലെ പോളാർ റീജിയനുകളിലൊക്കെ എടുത്തു കഴിഞ്ഞാൽ അവിടെ കംപ്ലീറ്റ്ലി ഐസാണ് അല്ലേ. അവിടെ ആ ഐസുള്ള ആ പെക്യുലിയർ ഹാബിറ്റാറ്റിൽ ജീവിക്കാൻ പറ്റുന്ന കുറച്ചധികം ജീവജാലങ്ങളുണ്ട്. അങ്ങനെ എന്താ, നമ്മളിപ്പോൾ ധ്രുവക്കരടി അല്ലെങ്കിൽ പെൻഗ്വിൻ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഇഗ്ലു എന്ന വീടുണ്ടാക്കിയിട്ട് അവിടെ ഹ്യൂമൻസ് താമസിക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ അങ്ങനെയുള്ള ജീവജാലങ്ങൾ, ഐസിൽ ജീവിക്കുന്ന അല്ലെങ്കിൽ ഐസിനകത്ത് ഡിപ്പെൻഡ് ചെയ്തിട്ട് അവരുടെ ഹാബിറ്റാറ്റ് ഒരു ഐസ് ഉള്ള ഒരു ഏരിയ ആയിട്ട് കൺസേൺ ചെയ്യുന്ന അങ്ങനെ ജീവിക്കുന്ന ജീവജാലങ്ങളെയൊക്കെ എല്ലാം ഉൾപ്പെടുത്തിയുള്ളൊരു ഏരിയനെ അല്ലെങ്കിൽ ഒരു മേഖലയെ നമുക്ക് എന്ത് പറയാം, ക്രൈസോസ്ഫിയർ എന്ന് പറയാം. അപ്പോൾ പഠനത്തിന് എളുപ്പത്തിന് ബയോസ്ഫിയർ എന്ന് പറഞ്ഞാൽ എന്താ, മൊത്തം ഈ ഭൂമിയിൽ എവിടെയൊക്കെ ജീവനുണ്ടോ അതിനെല്ലാം കൂടെ ഒരുമിച്ച് നമ്മൾ വിളിക്കുന്നൊരു പേരാണ് എന്തെന്ന് പറയുന്നത്, ബയോസ്ഫിയർ എന്ന് പറയുന്നത്. ബയോസ്ഫിയറിനെ നമുക്ക് പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടിയും മനസ്സിലാക്കാൻ എളുപ്പത്തിന് വേണ്ടിയും 4 ഘട്ടങ്ങളായിട്ട് നമ്മൾ തിരിച്ചു എന്ന് പറഞ്ഞു. ഏതൊക്കെയാണ്, ലിത്തോസ്ഫിയർ ഉണ്ട്. ലിത്തോസ്ഫിയർ എന്ന് പറഞ്ഞാൽ സോയിൽ, കര, സോയിൽ ഉള്ള ജീവജാലങ്ങളും അവരുടെ ജീവിതങ്ങളും അതേപ്പറ്റിയുള്ള പഠനങ്ങളും കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തുന്നതാണ് ലിത്തോസ്ഫിയർ എന്ന് പറയുന്നത്. സെക്കൻഡ്, ഹൈഡ്രോസ്ഫിയർ, ഇറ്റ് ഈസ് വാട്ടർ. അപ്പോൾ എന്താ, കടലാണ് മെയിനായിട്ടും വാട്ടറിൻ്റെ, ആ കടലിലെ ജീവികൾ, അതുപോലെ തന്നെ സ്ട്രീംസ് ആയിക്കോട്ടെ ലേക്സ് ആയിക്കോട്ടെ അവയിലൊക്കെ ഉള്ള ജീവികൾ, അവരുടെ ജീവിത രീതികൾ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തുന്ന ഒരു ബ്രാഞ്ച് ഓഫ് സയൻസ് ആണ്, അല്ലെങ്കിൽ എക്കോളജിയുടെ ഒരു സബ് ഡിവിഷൻ ആണെന്ന് പറയുന്നത്. അല്ല, ബയോസ്ഫിയറിൻ്റെ ഒരു സബ് ഡിവിഷനാണ് ഹൈഡ്രോസ്ഫിയർ എന്ന് പറയുന്നത്. ദെൻ അറ്റ്മോസ്ഫിയർ, ഇറ്റ്സ് നത്തിങ് ബട്ട് എയറിൽ ജീവിക്കുന്ന ജീവികൾ, എയർ ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ജീവികൾ, അവരെല്ലാം കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു മേഖല, ഒരു സോണാണ് അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത്. പിന്നെ ക്രയോസ്ഫിയർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഐസ്, ഈ പോളാർ റീജിയൻസിലൊക്കെ കംപ്ലീറ്റ് ഐസ് ആയിട്ടുള്ള സ്ഥലങ്ങളിലെ ജീവികളും അവരുടെ ജീവിതങ്ങളും ഇതൊക്കെ ഉൾപ്പെടുന്ന ഒരു ഡിവിഷൻ ഓഫ് എന്താ, ബയോസ്ഫിയറാണ് ക്രയോസ്ഫിയർ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മളിവിടെ മനസ്സിലാക്കുക, ഇവിടെ നമുക്കൊരു എന്താ, നമ്മുടെ ഈ കാണുന്ന ഭൂമിയിലേക്ക് എത്തിപ്പെടുന്നതിന് ഒരു ഹൈറാർക്കി ഓഫ് ഓർഡേഴ്സ് ഉണ്ട്. നമുക്ക് പഠിക്കാൻ എളുപ്പത്തിനൊക്കെ വേണ്ടിയിട്ട് അങ്ങനെ മനസ്സിലാക്കുക. നമുക്കറിയാം, നമ്മുടെ ഈ ഭൂമിയിൽ അല്ലെങ്കിൽ എർത്തിലെ എല്ലാ കാര്യങ്ങളും ഉണ്ടാക്കിയിരിക്കുന്നത് എന്താ, കെമിക്കൽ മോളിക്യൂൾസ് കൊണ്ടാണ് അല്ലേ. ബേസിക്കലി അതിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്, ആറ്റംസ് ആയിരിക്കും. സോ നമുക്ക് അവിടുന്ന് തുടങ്ങിയാൽ തന്നെ ആറ്റങ്ങൾ കൊണ്ട് മോളിക്യൂളുകൾ ഉണ്ടാകുന്നു, മോളിക്യൂളുകൾ കൊണ്ട് എന്താ, മാക്രോ മോളിക്യൂൾ ഉണ്ടാകുന്നു, പ്രോട്ടീൻ പോലുള്ള ലിപ്പിഡ് പോലുള്ള മാക്രോ മോളിക്യൂളുകൾ ഉണ്ടാകുന്നു. ഈ മാക്രോ മോളിക്യൂളുകൾ കൂടിച്ചേർന്നിട്ട് എന്താ, ഓർഗനൽസുകൾ ഉണ്ടാകുന്നു അല്ലേ. ഓർഗനൽസുകൾ ഇപ്പോൾ മൈറ്റോകോൺട്രിയ അല്ലെങ്കിൽ എന്താ, ന്യൂക്ലിയസ് അങ്ങനെയൊക്കെ പറയുന്ന ഓർഗനൽസുകൾ ഉണ്ടാകുന്നു. ഈ ഓർഗനൽസ് കൂടിച്ചേർന്ന് ഓർഗൻ സിസ്റ്റം ഉണ്ടാകുന്നു. ഇപ്പോൾ ഹ്യൂമൻസിൻ്റെ കേസിലൊക്കെ എടുത്തു കഴിഞ്ഞാൽ സർക്കുലേറ്ററി സിസ്റ്റം, റെസ്പിറേറ്ററി സിസ്റ്റം എന്നൊക്കെ പറയുന്ന പോലെ ഓർഗൻ സിസ്റ്റംസ് ഉണ്ടാകുന്നു. ഈ ഓർഗൻ സിസ്റ്റംസ് എന്താ, പിന്നെന്താ, സെല്ലുണ്ടാകുന്നു, ഓർഗനൽസ് കൂടി ചേർന്ന് ഉണ്ടാകുന്ന സെല്ലുണ്ടാകുന്നു, സെല്ല് കൂടി ചേർന്ന് ടിഷ്യൂ ഉണ്ടാകുന്നു, ടിഷ്യൂ കൂടി ചേർന്നിട്ട് ഓർഗൻസ് ഉണ്ടാകുന്നു, ഓർഗൻസ് കൂടി ചേർന്ന് ഓർഗൻ സിസ്റ്റംസ് ഉണ്ടാകുന്നു. ഈ ഓർഗൻ സിസ്റ്റംസ് കൂടി ചേർന്ന് അൾട്ടിമേറ്റ്ലി ഉണ്ടാകുന്ന ഒരു സാധനമാണ് എന്ത്, ഓർഗാനിസം, ഒരു ജീവി എന്ന് പറയുന്നൊരു കാര്യം. ഓക്കെ, യൂണിസെല്ലാർ മുതൽ ട്രില്യൺസ് ഓഫ് സെൽസ് ഉള്ള മൾട്ടിസെല്ലാറായിട്ടുള്ള ഓർഗാനിസംസ് വരെ നമ്മുടെ ചുറ്റുവട്ടമുണ്ട്. ഇങ്ങനെയുള്ള ഓർഗാനിസംസ് കൂടിച്ചേരുന്ന ഒരു കൂട്ടത്തിനെയാണ് നമ്മളെന്ത് പറയുന്നത്, സിമിലർ ആയിട്ടുള്ളൊരു ഓർഗാനിസംസ് കൂട്ടുക. അതിനെ നമ്മളെന്താ പറയുക, ഒരേപോലുള്ള ഓർഗാനിസംസിൻ്റെ കൂട്ടത്തിന്, അല്ലെങ്കിൽ അതിനെ സ്പീഷീസ് എന്നാണ് പറയുന്നത്, ഒരേ സ്പീഷീസ്. ഇപ്പോൾ ഹോമോസാപ്പിയൻസ് എന്ന് പറയുന്നത് ഒരു സ്പീഷീസാണ്. ആ സ്പീഷീസിൻ്റെ കൂട്ടം, ആ കൂട്ടത്തിനെ നമ്മൾ എന്താ വിളിക്കുക, പോപ്പുലേഷൻ എന്നാണ് ജനറലി സയൻസ് വിളിക്കുന്നത്. ഇപ്പോൾ ഹ്യൂമൻ പോപ്പുലേഷൻ എന്നാണ് നമ്മൾ ജനറലായിട്ട് പറയുക. അപ്പോൾ അങ്ങനത്തെ സ്പീഷീസുകൾ കൂടി ചേർന്നിട്ട് എന്താ, പോപ്പുലേഷൻ ഉണ്ടാകും. ഇങ്ങനെയുള്ള പല പല പോപ്പുലേഷൻ ഉണ്ടാവും ഒരു സ്ഫിയറിൽ. ഇപ്പോൾ ലിത്തോസ്ഫിയർ നമ്മളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എന്താ, കരയാണെന്ന് പറഞ്ഞു. ഈ കരയിൽ തന്നെ പല പോപ്പുലേഷൻ ഉണ്ടാവും. ഹ്യൂമൻ പോപ്പുലേഷൻ ഉണ്ടാവും, അതുപോലെ എന്താ, കൗസിൻ്റെ പോപ്പുലേഷൻ ഉണ്ടാവും, ഡോഗ്സിൻ്റെ പോപ്പുലേഷൻ ഉണ്ടാവും, ലയൺസിൻ്റെ പോപ്പുലേഷൻ ഉണ്ടാവും, എലഫൻറ്റിൻ്റെ പോപ്പുലേഷൻ ഉണ്ടാവാം. അങ്ങനെ എന്താ, യൂണിസെല്ലാറായിട്ടും മൾട്ടിസെല്ലാറായിട്ടുള്ള ഒരുപാട് സ്പീഷീസുകളുടെ പോപ്പുലേഷൻ ഉണ്ടാകും. അങ്ങനെയുള്ള പോപ്പുലേഷനുകളെല്ലാം കൂടെ കൂട്ടി, ഒരു പർട്ടിക്കുലർ ഏരിയ ഉള്ള എല്ലാ പോപ്പുലേഷനും കൂടെ കൂട്ടി നമ്മൾ ഒരുമിച്ച് പറയുന്നത് എന്താ, ഒരു കമ്മ്യൂണിറ്റി എന്നാണ് പറയാറ്. അപ്പോൾ അങ്ങനത്തെ കമ്മ്യൂണിറ്റികൾ, ആ കമ്മ്യൂണിറ്റിയിലുള്ള എല്ലാ ജീവജാലങ്ങളും പരസ്പരം ഇൻട്രാക്ട് ചെയ്യുന്നുണ്ട്.
അല്ലേ? പല ടൈപ്പ് ഓഫ് ഇൻട്രാക്ഷൻ നിങ്ങൾ പ്ലസ് ടുവിലും പഠിച്ചിട്ടുണ്ടാവും. ഇപ്പോൾ മ്യൂച്വാലിസം, കമൻസാലിസം എന്നൊക്കെ പറയുന്ന നെഗറ്റീവും പോസിറ്റീവും ആയിട്ടുള്ള ഇൻട്രാക്ഷൻസ് ഉണ്ട്. പാരസൈറ്റിസം, പ്രിഡേഷൻ, അങ്ങനെ ഒരുപാട് ടൈപ്പ് ഓഫ് ഇൻട്രാക്ഷൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അവർ തമ്മിൽ ഇൻട്രാക്റ്റ് ചെയ്യുകയും അതുപോലെ തന്നെ അവർക്ക് ഒരു എബയോട്ടിക് എൻവയോൺമെൻറ്റ് ഉണ്ടാവും, ജീവനില്ലാത്തൊരു എൻവയോൺമെൻറ്റ്. ഇപ്പോൾ വെള്ളം എന്ന് പറയുന്നത് ഒരു ജീവനുള്ള ഘടകമല്ല. അതുപോലെ സോയിൽ, അങ്ങനെ ജീവനില്ലാത്ത ഘടകങ്ങളുമായിട്ടും ഇവർ ഇൻട്രാക്ട് ചെയ്യുന്നുണ്ടാവും. ആ ഒരു ഇൻട്രാക്ഷനും എല്ലാം കൂടെ കൂടിച്ചേർന്ന്, അതായത് കുറേ അധികം പോപ്പുലേഷനും അവർ തമ്മിലുള്ള ഇൻട്രാക്ഷനും അവർക്ക് അവരുടെ എബയോട്ടിക് എൻവയോൺമെൻറ്റിനുള്ള ഇൻട്രാക്ഷനോടെ കൂടിച്ചേർത്ത് ഒരു ഏരിയനെയൊക്കെ അല്ലെങ്കിൽ ഒരു ഏരിയനെ നമ്മൾ വിളിക്കുന്ന പേര് കമ്മ്യൂണിറ്റി എന്നാണ്. അങ്ങനത്തെ കമ്മ്യൂണിറ്റികൾ കൂടിച്ചേർന്ന്, അങ്ങനത്തെ കുറേയധികം കമ്മ്യൂണിറ്റികൾ കൂടിച്ചേർന്നിട്ട് ഒരു എക്കോ സിസ്റ്റം ഉണ്ടാവും. ഇപ്പോൾ മരുഭൂമി അല്ലെങ്കിൽ മഴക്കാടുകൾ, ഇലപൊഴിയും കാടുകൾ എന്നൊക്കെ ഇപ്പോൾ നമ്മൾ വിളിക്കാറുള്ള അതൊക്കെ ഒരു എക്കോ സിസ്റ്റമാണ്. അവിടെ എബയോട്ടിക് ആയിട്ടുള്ള കുറേ ഫാക്ടറുകളുണ്ടാവും. അതുപോലെ കുറേയധികം കമ്മ്യൂണിറ്റികളുണ്ടാവും. ഓരോ കമ്മ്യൂണിറ്റിയിലും കുറേയധികം പോപ്പുലേഷൻസ് ഉണ്ടാവും. ഇങ്ങനത്തെ കുറേയധികം എക്കോ സിസ്റ്റംസ് കൂടി ചേർന്നിട്ടുണ്ടാവുന്നതാണ് ബയോസ്ഫിയർ എന്ന് പറയുന്നത്. ഓർക്കുക. അപ്പോൾ ഇവിടെ ഒരു ഹൈറാർക്കിയൽ ഓർഡർ ഉണ്ട്. ഒരു സിംഗിൾ ആറ്റത്തിൽ നിന്നും ഒരു ബയോസ്ഫിയറിലേക്ക് നമ്മൾ എത്തപ്പെടുകയാണ്. ഓക്കെ, ഇത് ഒരു ബേസിക് ആയിട്ട് എക്കോളജി പഠിക്കുന്നതിൻ്റെ ഒരു കുറേ ബ്രാഞ്ചസ് ആയിട്ട് അല്ലെങ്കിൽ പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടി ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ ഇതിന് ഓരോന്നിനും നമ്മൾ എക്കോളജി ഉണ്ട്. അതായത് ഇപ്പോൾ ബയോസ്ഫിയറിൻ്റെ ആയിട്ടൊരു എക്കോളജി ഉണ്ടാവാം, എക്കോസിസ്റ്റത്തിന് ഒരു എക്കോസിസ്റ്റം എക്കോളജി ഉണ്ടാവാം, കമ്മ്യൂണിറ്റിക്ക് കമ്മ്യൂണിറ്റി എക്കോളജി ഉണ്ട്, പോപ്പുലേഷൻ എക്കോളജി ഉണ്ട്. സോ അങ്ങനെ ഡിഫറെൻറ്റ് ഇപ്പോൾ ഒരു ഓർഗാനിസത്തിൻ്റെ സ്വഭാവ രീതികൾ നമ്മൾ പഠിക്കുകയാണെങ്കിൽ അതിനെ ബന്ധപ്പെടുത്തിയിട്ട് ബിഹേവിയറൽ എക്കോളജി ഉണ്ടാവാം. അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സബ് ഡിവിഷൻസുകളായിട്ട് നമ്മൾ ഇക്കോളജിനെ തിരിച്ചിട്ടുണ്ട്. അപ്പോൾ ജനറലി ഇത്രയും മനസ്സിലാക്കുക. എക്കോളജി എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിൽ ബയോസ്ഫിയറിൽ ജീവനുള്ള ജീവജാലങ്ങൾ, അവരുടെ ഡിസ്ട്രിബ്യൂഷൻ, അവരുടെ അബണ്ടൻസ്, അവരെങ്ങനെയാണ് തമ്മിൽ ഇൻട്രാക്ട് ചെയ്യുന്നത്, അവരെങ്ങനെയാണ് അവരുടെ അബയോട്ടിക് ആയിട്ടുള്ള എൻവയോൺമെൻറ്റിനോട് ഇൻട്രാക്ട് ചെയ്യുന്നത്, ഇത്രയും കാര്യങ്ങളെ പറ്റി നമ്മൾ ജനറലായിട്ടല്ല ഇൻഡെപ്തായിട്ടും ജനറലായിട്ടും ഒക്കെ പഠിക്കുന്ന ഒരു ബ്രാഞ്ച് ഓഫ് സയൻസ്. അതിനെയാണ് എന്തെന്ന് പറയുന്നത്, ജനറലി ഇക്കോളജി എന്ന് പറയുന്നത്. അപ്പോൾ എന്തിനാണ് നമ്മൾ ഈ എക്കോളജി പഠിക്കുന്നത്, അല്ലെങ്കിൽ അതുകൊണ്ടുള്ള ഗുണം എന്താണ് എന്നുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ നോക്കാം. സ്കോപ്പ് ആൻഡ് റിലവൻസ് ഓഫ് എക്കോളജി പഠിക്കുന്നതുകൊണ്ടുള്ള നമ്മുടെ അതിനുള്ള ഒരു സ്കോപ്പ് എന്താണ്, അതുകൊണ്ട് എന്താണ് ഗുണം ഉണ്ടാകുന്നത് എന്നുള്ള കാര്യങ്ങളെപ്പറ്റി കുറച്ച് പോയിന്റുകൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഹെൽപ്പ് ആസ് ടു ടാക്കിൾ പ്രോബ്ലംസ് ലൈക്ക് പൊല്യൂഷൻ, ഫ്ലഡ്സ്, ഓസോൺ ഡിപ്ലീഷൻ, ഗ്ലോബൽ വാർമിംഗ് എക്സെട്ര. നമ്മൾ ഈ എക്കോളജിയുടെ അണ്ടറിലാണ് നമ്മൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെപ്പറ്റി മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യുന്നത്. എന്തൊക്കെയാണ്? പൊല്യൂഷൻ ഉണ്ടാവാം, അല്ലേ? പല രീതിയിൽ. ഇപ്പോൾ ഹ്യൂമൻ പോപ്പുലേഷനാണ് ഏറ്റവും കൂടുതൽ പൊല്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു പോപ്പുലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നിത്യോപയോഗത്തിൽ ഉപയോഗിക്കുന്ന ഒരുപാട് സാധനങ്ങൾ, പ്ലാസ്റ്റിക്കുകൾ, അതുപോലെ ബയോഡിഗ്രേഡബിൾ അല്ലാത്ത മറ്റ് വേസ്റ്റുകൾ, പലതരം സ്മോക്കുകൾ, വണ്ടികളിൽ നിന്നൊക്കെ വരുന്ന പുക, അങ്ങനെ ഒരുപാട് കൈൻഡ് ഓഫ് പൊല്യൂട്ടൻസ് നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. അതുമൂലം കുറേയധികം പൊല്യൂഷൻസ്, എയർ പൊല്യൂഷൻ, വാട്ടർ പൊല്യൂഷൻ, സോയിൽ പൊല്യൂഷൻ, നോയിസ് പൊല്യൂഷൻ, അങ്ങനെ പല രീതിയിലുള്ള പൊല്യൂഷൻസ് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കുന്നത് എന്തിലൂടെയാണ്? നമ്മൾ എക്കോളജി പഠിക്കുന്നതിലൂടെയാണ്. അതുപോലെ ഫ്ലഡ്സ്, ഇവിടെ വെള്ളപ്പൊക്കം ഉണ്ടാവാൻ ഒരു റീസൺ ഉണ്ടാവും, ഒരു എൻവയോൺമെൻറ്റൽ റീസൺ ഉണ്ടാവാം, അല്ലേ? ഇപ്പോൾ ഒരു ന്യൂനമർദ്ദം എന്നൊക്കെ നമ്മൾ പറഞ്ഞ് കേൾക്കുന്നുണ്ടാവും. അതെന്തായാലും എന്തൊക്കെയാണ് ഇപ്പോൾ ഒരു ഓഷ്യാനിക് കറണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ കറണ്ട് എങ്ങനെയാണൊരു മഴയെ ബാധിക്കുന്നത്, അങ്ങനെ തന്മൂലം എങ്ങനെയാണ് മഴ ഉണ്ടാകുന്നത്, ഓവറായിട്ട് മഴ പെയ്യുമ്പോൾ ഫ്ലഡ് ഉണ്ടാകുന്നു, അങ്ങനെ എങ്ങനെയാണ് ഫ്ലഡിന് റീസൺ, അതിനെ നമുക്ക് എങ്ങനെ ഒഴിവാക്കാം, അതിൽ നിന്ന് എങ്ങനെ രക്ഷ നേടാം എന്നുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാനും എക്കോളജി പഠിക്കേണ്ടത് വളരെ അത്യാവശ്യമായ ഒരു കേസാണ്. അതുപോലെ ഓസോൺ ഡിപ്ലീഷൻ, ഓസോൺ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. O3 എന്ന് പറയുന്നത്. ഓസോണിൻ്റെ പ്രത്യേകത എന്താണ്? സൂര്യനിൽ നിന്നുള്ള ഡേഞ്ചറസ് ആയിട്ടുള്ള, കാർസിനോജനിക് ആയിട്ടുള്ള, ക്യാൻസർ ഉണ്ടാക്കാൻ ശേഷിയുള്ള അൾട്രാ വയലറ്റ് രശ്മികളെ ഭൂമിയുടെ അറ്റ്മോസ്ഫിയറിലേക്ക് കടത്തിവിടാതെ ബ്ലോക്ക് ചെയ്യുന്ന ഒരു ഘടകമാണ് എന്തെന്ന് പറയുന്നത്, ഓസോൺ എന്ന് പറയുന്നത്. അപ്പോൾ പക്ഷേ ഈ ഓസോൺ ഡിപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡിപ്ലീറ്റ് ചെയ്യാനായിട്ട് കുറേ കെമിക്കൽസാണ് റീസൺ. നമുക്കറിയുന്ന പോലെ CFC, ക്ലോറോ ഫ്ലോറോ കാർബൺ, മെയിൻലി ഫ്രീസിങ്ങിൽ നിന്നുണ്ടാകുന്നൊരു കാര്യമാണ്. നമ്മുടെ റെഫ്രിജറേറ്റർ പോലെ, AC പോലത്തെ സാധനങ്ങളിൽ നിന്നൊക്കെ എന്തുണ്ടാകുന്നുണ്ട്? CFC ഉണ്ടാകുന്നുണ്ട്. ആ CFC, അതുപോലെ കാർബൺ ഡയോക്സൈഡ്, മീഥെയിൻ, ഇതുപോലത്തെ കെമിക്കലുകൾ കൊണ്ടൊക്കെ എന്തുണ്ടാകുന്നുണ്ട്? ഓസോൺ ഡിപ്ലീഷൻ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അത് നമ്മുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. ഭൂമി എന്നൊരു ഗ്രഹത്തിൽ ലൈഫ് എക്സിസ്റ്റ് ചെയ്യാനുള്ള മെയിൻ റീസൺ എന്താണ്? ഇതിന് ചുറ്റും ഒരു ഓസോൺ പാളി ഉള്ളതുകൊണ്ടാണ്.
ആ സൂര്യനിൽ നിന്നുള്ള UV അൾട്രാവയലറ്റ് വികിരണങ്ങളെ നമ്മളെ ബാധിക്കാതെ തടയുന്നൊരു പാളി ഉള്ളത് കൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്, ഭൂമിയിൽ ലൈഫ് നിലനിൽക്കാൻ തന്നെ കാരണം. അപ്പോൾ അത് ഡിപ്ലീറ്റ് ആയിക്കഴിഞ്ഞാൽ ഭൂമിയിൽ ലൈഫേ നിലനിൽക്കില്ല. അപ്പോൾ ഇതിനെപ്പറ്റിയൊക്കെ നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ, സാധാരണ ആൾക്കാർക്ക് അറിയണമെങ്കിൽ നമ്മളെന്താ എക്കോളജി എന്താണെന്നും ഇതിൻ്റെ കാരണങ്ങളൊക്കെ മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്കിത് കിട്ടുകയുള്ളൂ. എന്തുകൊണ്ടാണ് ഇത് വേണ്ടത്, ഇതിൻ്റെ ആവശ്യകത എന്താണെന്നൊക്കെ നമുക്ക് മനസ്സിലാവുള്ളൂ. അതുപോലെ ഗ്ലോബൽ വാർമിംഗ് ഉണ്ടാകുന്നുണ്ട് അല്ലേ, ഗ്രീൻ ഹൗസ് എഫക്റ്റൊക്കെ നമ്മൾ പഠിച്ചു. എന്താ ഗ്രീൻ ഹൗസ് എഫക്റ്റ്? കുറേ ഗ്രീൻ ഹൗസ് ഗ്യാസസ് ഉണ്ട്. ഈ ഗ്യാസസ് ഒരു ഗ്ലാസ് പോലെ ആക്റ്റീവാണ്, ഭൂമിയുടെ മുകളിലൊരു ഗ്ലാസ് പോലെ ആക്റ്റീവാണ്. അപ്പോൾ നമുക്കറിയാം ഭൂമി എപ്പോഴും ചൂടാവുന്നത് നമ്മുടെ സൂര്യനിൽ നിന്നുള്ള ഒരു റേസ്, വിസിബിൾ ലൈറ്റിൻ്റെ റേസ് ഭൂമിയിൽ ഹിറ്റ് ചെയ്തിട്ട് തിരിച്ച് റിഫ്ലക്റ്റ് ചെയ്യും. ആ റിഫ്ലക്റ്റ് ചെയ്യുന്ന ടൈമിലാണ് ഇത് ചൂടാവുന്നത്. നമ്മുടെ ഭൂമി, അറ്റ്മോസ്ഫിയറും സോയിലും ഒക്കെ ചൂടാവുന്നത് റിഫ്ലക്റ്റ് ചെയ്യുന്ന സമയത്താണ്. ആ വരുന്ന സമയത്ത് ചൂടാവുന്നില്ല. അതിന് കാരണം ഇത് വരുന്നത് വളരെ വേവ് ലെങ്ത് കുറഞ്ഞ, വേവ് ലെങ്ത് എന്താണെന്നറിയാമെന്ന് വിചാരിക്കുന്നു, വേവ് ലെങ്ത് കുറഞ്ഞിട്ടുള്ള ഒരു കിരണമാണ് വരുന്നത്. അത് ഭൂമി ഹിറ്റ് ചെയ്തിട്ട് കുറച്ചുകൂടെ വേവ് ലെങ്ത് കൂടിയ കിരണമായിട്ടാണ് റിഫ്ലക്റ്റ് ചെയ്ത് പോകുന്നത്. ഈ വേവ് ലെങ്ത് കൂടിയ സാധനത്തിൻ്റെ പ്രശ്നമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് പെനിട്രേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ തുളച്ച് കയറാനുള്ള കഴിവില്ല. അപ്പോൾ നമ്മളൊന്ന് വിചാരിക്കുക, ഒരു ഗ്ലാസ് നമ്മൾ വെക്കുകയാണെങ്കിൽ ആ ഗ്ലാസ്സിലേക്ക് വരുന്ന കിരണത്തിന് ആ ഗ്ലാസ്സിനെ പെനിട്രേറ്റ് ചെയ്ത് അകത്തേക്ക് കടക്കാനുള്ള ശേഷിയുണ്ട്. പക്ഷേ അവിടെ എന്നിട്ട് അത് വന്ന് ഹിറ്റ് ചെയ്തിട്ട് തിരിച്ച് റിഫ്ലക്റ്റ് ചെയ്യുമ്പോഴത്തേക്കും അതിന് ഈ വേവ് ലെങ്ത് കൂടുതലായതിനാൽ അതിന് ഈ ഗ്ലാസ്സിനെ പെനിട്രേറ്റ് ചെയ്ത് പുറത്തേക്ക് പോകാൻ പറ്റുന്നില്ല. അത് എൻട്രാപ്പ് ചെയ്യപ്പെടുന്നു, അതിൻ്റെ എനർജി എൻട്രാപ്പ് ചെയ്യപ്പെടുന്നു. അവിടെ ചൂടുണ്ടാകുന്നു. ഇതാണ് ഒരു ഗ്രീൻ ഹൗസ് എഫക്റ്റിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള തത്വം. നമ്മുടെ ഭൂമിയിലും അതുപോലത്തെ കുറച്ച് ഗ്രീൻ ഹൗസ് ഗ്യാസസുകൾ ഒരു ഗ്ലാസ് പോലെ ഇങ്ങനെ നിന്നിട്ട് ഈ വരുന്ന കിരണങ്ങളെ എൻട്രാപ്പ് ചെയ്യുന്നു, അല്ലെങ്കിൽ അതിൻ്റെ ടെമ്പറേച്ചറിനെ എൻട്രാപ്പ് ചെയ്യുന്നത് മൂലം വളരെയധികം ചൂട് കൂടുന്നു. അതാണ് ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ സ്ഥിരം ഡെയിലി നിത്യജീവിതത്തിൽ കേൾക്കുന്ന കുറച്ച് പ്രശ്നങ്ങളാണ് അല്ലേ. പൊല്യൂഷന്, അല്ലെങ്കിൽ ഫ്ലഡ്, ഓസോൺ ഡിപ്ലീഷൻ, ഗ്ലോബൽ വാർമിംഗ്, വേറെ ഒരുപാടുണ്ട്, എർത്ത് ക്യൂക്ക്, അങ്ങനത്തെ ഒരുപാട് ഡിസാസ്റ്ററുകളെ പറ്റിയൊക്കെ നമ്മൾ ധാരാളം കേൾക്കുന്നു, അല്ലെങ്കിൽ നിത്യജീവിതത്തിനിടയ്ക്ക് നമ്മുടെ പല സ്ഥലങ്ങളിലൊക്കെ സംഭവിക്കാറുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്തുകൊണ്ടുണ്ടാകുന്നു, എന്താണ് ഇതിനൊരു പരിഹാരം, അല്ലെങ്കിൽ ഇതെങ്ങനെ നമുക്ക് തടയാൻ പറ്റും, ഇതിനൊരു സൊല്യൂഷൻ എന്താണെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ഇതിനെപ്പറ്റി അടിസ്ഥാനപരമായ ഒരു അറിവ് വേണം. ആ അറിവ് നൽകുന്ന എന്താണ്, ഇക്കോളജിയിലൂടെയാണ്, അല്ലെങ്കിൽ ഇക്കോളജി പഠിക്കുന്നതിലൂടെയാണ് എന്ന് മനസ്സിലാക്കുക. അതുപോലെ അടുത്തൊരു പോയിന്റ് പറയുന്നത്, ഇറ്റ് ഈസ് നെസസറി ഇൻ മെയിൻറ്റെയിനിങ് ഇക്കോളജിക്കൽ ബാലൻസ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ഡിഫറെൻറ്റ് സൈക്കിൾ. നമുക്കറിയാം ഇക്കോളജിക്കൽ ബാലൻസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഭൂമിയിൽ എല്ലാത്തിനും ഒരു ബാലൻസ് ഉണ്ട്. നമ്മൾ ചെറിയ ക്ലാസ്സിലൊരു കഥ പഠിച്ചിട്ടുണ്ടായിരിക്കാം. ചെറിയ ക്ലാസ്സിൽ പറയുന്നൊരു കഥയാണ്, ഞാനൊക്കെ ഒരു 6ാം ക്ലാസ്സിൽ പഠിച്ച കഥയാണ്. കുറച്ച് മുയലുകൾ കൂടി ചേർന്നിട്ട് രാജാവിൻ്റെ അടുത്ത്, കാട്ടിൽ രാജാവായ സിംഹത്തിനടുത്ത് പരാതി പറയും, അങ്ങ് ഞങ്ങളെയൊക്കെ പിടിച്ച് ഭക്ഷിക്കുകയാണ്, അത് നിർത്തണം എന്ന രീതിയിൽ ഇവർ ചെന്ന് പരാതി പറയും. അപ്പോൾ സിംഹം പറയുന്നൊരു മറുപടി ഉണ്ട്, ശരി ഞാൻ നിങ്ങളെ ഭക്ഷിക്കുന്നത് നിർത്താം, പക്ഷേ മനോഹരമായ നമ്മുടെ കാട് തിന്നു നശിപ്പിക്കുന്നത് നിങ്ങളും നിർത്തണം. പക്ഷേ അവർക്കത് പറ്റത്തില്ല. അങ്ങനെ എന്ന രീതിയിൽ അതൊരു ബാലൻസിങ് ആണ്. ഓവറായിട്ട് കാട് വളരാണ്ട് മുയലുകൾ തിന്നു നശിപ്പിക്കുന്നു, ആ മുയലിൻ്റെ പോപ്പുലേഷൻ ഓവറായിട്ട് വളരാണ്ട് സിംഹം തിന്നു നശിപ്പിക്കുന്നു. അതിൻ്റെ ഇടയിൽ നമ്പർ വളരെ ലിമിറ്റഡ് ആയിട്ട് നിലനിർത്തുകയും ചെയ്യുന്നു. അങ്ങനെ ഒരു ബാലൻസ് ഉണ്ട്, എല്ലാ ഓർഗാനിസംസ് തമ്മിലും ഒരു ബാലൻസ് ഉണ്ട്. അതുപോലെ ഒരു കെമിക്കൽ ബാലൻസ് ഉണ്ടാവും അല്ലേ. ഇപ്പോൾ ഇത്ര % ഓക്സിജൻ ഉണ്ടാവണം, ഇത്ര % നൈട്രജൻ ഉണ്ടാവണം, ഇത്ര % കാർബൺ ഡൈ ഓക്സൈഡ് വേണം. ഇതെല്ലാം ആ ഒരു കറക്റ്റായിട്ടുള്ളൊരു ബാലൻസിൽ നിന്നാൽ മാത്രമേ സസ്റ്റൈനബിളായിട്ട് നമ്മുടെ ലൈഫ് മുന്നോട്ട് പോകത്തുള്ളൂ. അപ്പോൾ അതിന് പല ടൈപ്പ് സൈക്കിളുകളുണ്ട്. ഇപ്പോൾ നൈട്രജൻ സൈക്കിളൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അതുപോലെ ഡിഫറെൻറ്റ് കെമിക്കൽ സൈക്കിളുകൾ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ സൈക്കിളുകളെ പറ്റിയും കാര്യങ്ങളെ പറ്റിയൊക്കെ പഠിക്കാനായിട്ടും നമ്മൾ എക്കോളജിയാണ് ഉപയോഗപ്പെടുത്തുന്നത്. ഓക്കെ, ജസ്റ്റ് ഇത്രയേ ഉള്ളൂ. നമ്മളിത് പഠിക്കുന്നതിൻ്റെ ഗുണങ്ങൾ എന്താണെന്നൊരു കാര്യങ്ങളെ പറ്റിയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അതുപോലെ മറ്റൊരു പോയിന്റ്, ഹെൽപ്പ് ഇൻ പ്രൊട്ടക്റ്റിംഗ് ഫ്ലോറ ആൻഡ് ഫ്യൂണ. ഫ്ലോറ ഫ്യൂണ എന്നൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കാം. അപ്പോൾ നിങ്ങൾ സുവോളജി സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഫ്യൂണ ആയിരിക്കും കുറച്ചുകൂടി ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ ജീവികൾ, ആനിമൽസിൻ്റെ ഒരു കമ്മ്യൂണിറ്റീനെ, ഒരു അനിമൽ കമ്മ്യൂണിറ്റിയാണ് നമ്മൾ ജനറലായിട്ട് ഫ്യൂണ എന്ന് പറയുന്നത്. അതുപോലെ പ്ലാന്റ്സിൻ്റെ, എസ്പെഷ്യലി ആൻജിയോസ്പേം പ്ലാന്റ്സിൻ്റെ എന്ന് വേണമെങ്കിൽ പറയാം, ഫ്ലവറിങ് പ്ലാന്റ്സിൻ്റെ ഒരു കമ്മ്യൂണിറ്റിനെയാണ് ഫ്ലോറ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെയൊക്കെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് അല്ലേ. എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു, നമ്മുടെ ഈ ഒരു എക്കോസിസ്റ്റത്തിനകത്ത് ഒരുപാട് ഇൻട്രാക്ഷൻസ് നടക്കുന്നുണ്ട്.
അപ്പോൾ ഈ ഇൻട്രാക്ഷൻസ് വളരെ അത്യാവശ്യമാണ് എല്ലാ ജീവജാലങ്ങളുടെ നിലനിൽപ്പിനായിട്ട്. ഫോർ എക്സാമ്പിൾ ഒരു കൈൻഡ് ഓഫ് ഇൻട്രാക്ഷൻ ഇപ്പോൾ നമുക്ക് പറയാവുന്നതാണ് പോളിനേഷൻ നടത്തുന്നു, പരാഗണം നടത്തുന്നു. ഹണി ബീസ് പോളൻ ഗ്രെയിൻസിനെ കൊണ്ടുവന്ന് ഒരു ഫ്ലവറിൽ നിന്ന് മറ്റൊരു ഫ്ലവറിലേക്ക് കൊണ്ടുപോകുന്നൊരു പ്രക്രിയ. ആ ഒരു പ്രോസസ്സിൽ വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം പോളിനേഷൻ നടന്നാൽ മാത്രമേ ഫുഡ് ആയിട്ടുള്ള സ്റ്റാർച്ചൊക്കെ ഉണ്ടാവത്തുള്ളൂ, നമുക്ക് ഫ്രൂട്ട്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവത്തുള്ളൂ, നെക്സ്റ്റ് ജനറേഷൻ പ്ലാന്റുകൾ ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ പ്ലാന്റ്സ് ആണ് നമുക്കറിയാം ആദ്യത്തെ പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുന്നത്, അവരാണ് നമുക്കുള്ള എല്ലാ ഫുഡുകളും ഉണ്ടാക്കുന്നത്. സോ പോളിനേഷൻ നടന്നില്ലെങ്കിൽ, ഹണി ബീസ് ഇല്ലെങ്കിൽ, പോളിനേഷൻ നടന്നില്ലേ, ഹണി ബീസ് എന്നിട്ട് ഒരുപാട് ബീസും ഇൻസെക്ട്സും ഒക്കെ ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഇവരുടെ റീപ്രൊഡക്ഷൻ നടക്കത്തില്ല. അത് തന്മൂലം അടുത്ത ജനറേഷൻ ഓഫ് പ്ലാന്റ്സ് ഉണ്ടാകത്തില്ല. പ്ലാന്റ്സ് ഇല്ലാണ്ടായി കഴിഞ്ഞാൽ, പ്രൈമറി പ്രൊഡ്യൂസേഴ്സ് ഇല്ലാണ്ടായി കഴിഞ്ഞാൽ പിന്നെ ഒരു ജീവജാലങ്ങൾക്കും ഇവിടെ നിലനിൽപ്പില്ല, എല്ലാ ജീവികളും എക്സ്റ്റെൻഡ് ആയി പോകും. അപ്പോൾ എല്ലാ ജീവജാലങ്ങൾക്കും അതിൻ്റേതായ ഒരു റോള് നമ്മുടെ ഈ എക്കോസിസ്റ്റത്തിനകത്തുണ്ട്. സോ എന്ത് ചെയ്യണം? അവരെയെല്ലാം നമുക്ക് സംരക്ഷിച്ചേ മതിയാവുള്ളൂ. അതുകൊണ്ടാണ് നമുക്ക് നാഷണൽ പാർക്കുകളും സാങ്ച്വറീസും അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ തുടങ്ങിയിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ ശ്രമിക്കുന്നത്? ഇങ്ങനെയുള്ള ജീവികളെ, എക്സ്റ്റെൻഡ് ആവാൻ പോകുന്ന എൻഡേഞ്ചർ ആയിട്ടുള്ള ജീവികളെയൊക്കെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത് അതുകൊണ്ടാണ്. കാരണം അതിനെല്ലാം ഒരു റെലവൻസ് ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ കാൽവരിയ മേജർ എന്നൊരു മരത്തെപ്പറ്റി കേട്ടിട്ടുണ്ടായിരിക്കും. ആ മരം ഇന്ന് എക്സ്റ്റെൻഡ് ആകാൻ പോവുകയാണ്, 1-2 എണ്ണമെങ്കിൽ ഉള്ളൂ. അത് എക്സ്റ്റെൻഡ് ആവാൻ കാരണം അതിന് റീപ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ അതിൻ്റെ സീഡ് ഡോഡോ എന്ന പക്ഷിയുടെ ഗഡിനകത്ത് പോയിട്ട് പുറത്ത് വന്നാൽ മാത്രമേ അതിൻ്റെ സീഡ് കോട്ട് ബ്രേക്ക് ചെയ്തിട്ടിന് ജെർമിനേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ളൂ. അപ്പോൾ ഡോഡോ എന്നൊരു പക്ഷിക്ക് എക്സ്റ്റൻഷൻ സംഭവിച്ചപ്പോൾ ആ കൂടെ തന്നെ എക്സ്റ്റെൻഡ് ആയി പോവുകയാണ് ഒരു പ്ലാന്റ് എക്സ്റ്റെൻഡ് ആയി പോവുകയാണ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ ഒരു ഇൻ്റർ കണക്ഷൻസ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു നെറ്റ്വർക്ക് പോലെ, ഒരു വല പോലെ എല്ലാ ജീവജാലങ്ങളും പരസ്പരം കണക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കണ്ണി പൊട്ടിയാലും മതി മറ്റുള്ള ജീവികൾക്കെല്ലാം അത് ദോഷമായിട്ട് ഭാവിക്കാം. സോ അത് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് ആ ഒരു ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്തേ പറ്റുള്ളൂ. അതുപോലെ വി ക്യാൻ മെയിൻറ്റെയിൻ ബാലൻസ് ഇൻ നേച്ചർ ആൻഡ് ക്യാൻ പ്രിവെൻറ്റ് ഇക്കോളജിക്കൽ ഡിസാസ്റ്റേഴ്സ്. ഇതൊക്കെ എങ്ങനെ ഉണ്ടാവുന്നു എന്ന് പഠിച്ചാലേ നമുക്കതിന് ബ്ലോക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ, അല്ലേ? ഇപ്പോൾ ഒരു എർത്ത് ഉണ്ടാകുന്നു, അതിൻ്റെ റീസൺ ഇതാണ്, ഇന്ന റീസൺ കൊണ്ട് ഉണ്ടാവാം. അപ്പോൾ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണെങ്കിൽ നമ്മൾ ചെയ്യുക. ഇപ്പോൾ ഒരു ഡാം കൺസ്ട്രക്ഷൻ നടത്തി കഴിഞ്ഞാൽ ഇന്ന മേഖലയിൽ എർത്ത് ക്യൂബ്സ് കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാവും എന്ന് നമ്മൾ പഠിച്ച് മനസ്സിലാക്കിയാൽ നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യം. സോ നമ്മൾ എന്ത് ചെയ്യുന്നു? ആ ഡാം അവിടെ കൺസ്ട്രക്ട് ചെയ്യാൻ കൊള്ളില്ല, അത് എൻവയോൺമെൻറ്റ് വളരെ ഫ്രജൈലായിട്ടുള്ളൊരു ഏരിയയാണ്, അവിടെ ഡാമൊന്നും കൺസ്ട്രക്ട് ചെയ്താൽ നല്ലതാവില്ല, അവിടെ എർത്ത് ക്യൂക്കോ ഫ്ലഡ്സൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് മുൻകൂട്ടി മനസ്സിലാക്കുന്നു. അങ്ങനെ മനസ്സിലാക്കണമെങ്കിൽ നമുക്കിതേപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് അറിവ് വേണം. ഈ ഒരു അറിവ് പ്രൊവൈഡ് ചെയ്യാനും ഇക്കോളജിക്കൽ സ്റ്റഡീസാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. അതുപോലെ പ്ലേസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ഹ്യൂമൻ വെൽഫെയർ, അഗ്രികൾച്ചർ, കൺസർവേഷൻ ഓഫ് വൈൽഡ് ലൈഫ്, അല്ലേ? ഇക്കോളജി പഠിച്ചു കഴിഞ്ഞാലാണ്, ഞാൻ മുമ്പ് പറഞ്ഞ പോലെ നമ്മളിപ്പോൾ വൈൽഡ് ലൈഫിനെയൊക്കെ ഒരുപാട് സംരക്ഷിക്കുന്നുണ്ട്. സംരക്ഷിച്ചേ മതിയാവുള്ളൂ. കാരണം എസ്പെഷ്യലി നമ്മുടെ ഏറ്റവും ജീവവായു തന്നെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് അതാണ്, അല്ലേ? ലങ്സ് ഓഫ് എർത്ത് എന്ന് പറയുന്നത് തന്നെ ആമസോൺ മഴക്കാടുകളാണെന്ന് നമ്മൾ പറയാറുണ്ട്. എന്ന് പറഞ്ഞ പോലെ വനഭൂമികൾ സംരക്ഷിക്കേണ്ട ഒരു ആവശ്യകത. അതുപോലെ അഗ്രികൾച്ചർ മേഖലകളിൽ, നമ്മുടെ കൃഷി മേഖലകളിൽ ഇപ്പോൾ ഒരു വാനില കൃഷി ചെയ്യാനായിട്ട് പോകുന്ന ഒരാൾ ചുമ്മാ അയാൾ കൊണ്ടത് നട്ടു, അത് മുളയ്ക്കുന്നു, അത് മുളച്ചു എന്ന് തന്നെ ഇരിക്കട്ടെ, മുളച്ചു, പക്ഷെ അത് കായ്ക്കുന്നില്ല. അത് കായ്ക്കാനായിട്ടാണെങ്കിൽ നമ്മൾ ഹാൻഡ് പോളിനേഷൻ ചെയ്യണം, അല്ലാതെ നാച്ചുറലി അതിന് പോളിനേഷൻ നടക്കില്ല. ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കണം. നമുക്ക് ബേസിക്കായിട്ട് അത് അറിഞ്ഞാലേ, പഠിച്ചാലേ പറ്റത്തുള്ളൂ. സോ അങ്ങനെ അഗ്രികൾച്ചർ മേഖലയിൽ ഇന്ന ക്രോപ്പ് പ്ലാന്റുകൾ മിക്സായിട്ട് കൾച്ചർ ചെയ്യാം, ഇന്ന ക്രോപ്പ് പ്ലാന്റുകൾ മിക്സ് ചെയ്ത് കൾച്ചർ ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ നമ്മൾ അടിസ്ഥാനമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ അതെല്ലാം മനസ്സിലാക്കാൻ നമ്മൾ ഇക്കോളജിക്കൽ സ്റ്റഡീസ് ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെ നമ്മുടെ ഓരോ ഉപകാരത്തിന്, ഇപ്പോൾ ഒരു പ്ലാന്റ്സിനെ പറ്റി നന്നായിട്ട് അറിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഈൽഡ് കൂട്ടുകയൊക്കെ വഴി നമ്മുടെ വെൽഫെയറാണ് നടക്കുന്നത്. സോ ഇതെല്ലാം ഇപ്പോൾ പറഞ്ഞ പോയിന്റുകളെല്ലാം എന്താണ് മെയിനായിട്ടും പറയുന്നത്? നമ്മൾ ഈ എക്കോളജി പഠിക്കേണ്ട അതിൻ്റെ ആവശ്യകതകളെ പറ്റിയാണ്. അത് നമുക്ക് എന്തെല്ലാം നേട്ടങ്ങൾ കൊണ്ടുതരുന്നു, എന്തൊക്കെയാണ് അതിൻ്റെ സ്കോപ്പ്, എന്തൊക്കെയാണ് അതിൻ്റെ റിലവൻസ് എന്നുള്ള പോയിന്റുകളാണ് ഈ പറയുന്നത്. ഇപ്പോൾ നിങ്ങൾക്കൊരു എസ്സേ ആയിട്ട് ചോദിച്ചാൽ ഇങ്ങനത്തെ ഒരു 10-15 പോയിന്റുകൾ പറഞ്ഞാൽ ഫുൾ മാർക്ക് കിട്ടും. പിന്നെ നമ്മൾ പറഞ്ഞ പോയിന്റ് തന്നെയാണത്, ദ ഇൻ്റർ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഓർഗാനിസം ഇൻ പോപ്പുലേഷൻ ആൻഡ് ഡൈവേഴ്സ് കമ്മ്യൂണിറ്റി. റിലേഷൻഷിപ്പ് 2 രീതിയിലുണ്ടെന്ന് പറഞ്ഞു. ഇൻ്റർ റിലേഷൻഷിപ്പ് ഉണ്ട്, ഇൻ്റർ എന്നൊക്കെ പറഞ്ഞാൽ അറിയാലോട്ടെ. ഇൻ്റർ എന്ന് പറഞ്ഞാൽ വിത്തിൻ, അവരുടെ ഉള്ളിൽ തന്നെ ഒരു പോപ്പുലേഷൻ എടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ഹ്യൂമൻ പോപ്പുലേഷൻ പറഞ്ഞു, അതുപോലെ ഇപ്പോൾ ഒരു വേറെ എന്തെങ്കിലും ഒരു കാട്ടുപോത്തിൻ്റെ ഒരു പോപ്പുലേഷൻ എടുത്തു കഴിഞ്ഞാൽ അവരുടെ ഇടയിൽ തന്നെ കുറേ ഇൻട്രാക്ഷൻസ് നടക്കുന്നുണ്ടാവും തമ്മിൽ. അതുപോലെ മറ്റ് കമ്മ്യൂണിറ്റിയിലുള്ള മറ്റ് ജീവജാലങ്ങളുമായിട്ട് ഇൻട്രാക്ഷൻസ് നടക്കുന്നുണ്ടാവും. ഇത് മനസ്സിലാക്കാൻ നമുക്ക്
ഇക്കോളജിക്കൽ സ്റ്റഡി വളരെ അനിവാര്യമാണ്. ഇനി മറ്റൊരു കാര്യം നമുക്ക് ഇക്കോളജി പഠിക്കുന്നതുകൊണ്ട് മനസ്സിലാകുന്ന വെച്ചാൽ ടെമ്പറൽ ചേഞ്ചസ്, അതായത് നമ്മുടെ കാലാവസ്ഥാ വ്യതിയാനങ്ങളൊക്കെ ഇല്ലേ. ഇപ്പോൾ ഒരു സീസണൽ ചേഞ്ചുകൾ, ഇപ്പോൾ എന്താണ്, ഇപ്പോൾ ശരത്കാലം, ഗ്രീഷ്മം, വസന്തം എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ സ്പ്രിംഗ് സീസണിൽ എന്താണ് സംഭവിക്കുക? സ്പ്രിംഗ് സീസണിൽ വസന്തകാലത്തിൽ ധാരാളം പൂക്കളും അല്ലെങ്കിൽ ഫ്രൂട്ട്സും ഒക്കെ ഉണ്ടാകുന്നൊരു കാലമാണ്. അപ്പോൾ ആ സീസണിനെ ബേസ് ചെയ്തിട്ടായിരിക്കും കൃഷി നടത്തേണ്ടത്, അല്ലെങ്കിൽ ഇന്ന ചേഞ്ചസ് ഉണ്ടാവും എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഇക്കോളജിക്കൽ സ്റ്റഡീസ് സഹായിക്കുന്നു. അതുപോലെ ആനുവൽ ചേഞ്ചസ്, വർഷാവർഷം ഉണ്ടാകുന്ന ചേഞ്ചസ്, ഓരോ പ്ലാന്റുകൾക്കും ഓരോ ആനിമൽസിനും ഒക്കെ ചിലപ്പോൾ ഒരു വർഷം കൊണ്ട് മരിച്ചു പോകുന്ന ജീവികളുണ്ടാകും, ഒരു വർഷം കൊണ്ട് മരിച്ചു പോകുന്ന പ്ലാന്റ്സ് ഉണ്ടാവാം, ഒരു വർഷത്ത് ഒരിക്കൽ മാത്രം ക്രോപ്പ് വരുന്ന പ്ലാന്റ്സ്, ഈൽഡ് വരുന്ന ക്രോപ്സ് ഉണ്ടാവാം. അങ്ങനെ അതിൻ്റെ ബേസിക്കൽ കാര്യങ്ങൾ. അതുപോലെ സക്സഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ. സക്സഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഇക്കോളജിക്കൽ സക്സഷൻ എന്നൊരു വാക്കുണ്ട്. സിമ്പിൾ ഇത്രയേ ഉള്ളൂ. ഒരു ബെയറായിട്ടുള്ള ലാൻഡ്, ഒരു തരിശു ഭൂമിയിൽ നിന്നും ഘട്ടമായിട്ടൊരു വനപ്രദേശമായിട്ട് മാറുന്നൊരു പ്രോസസ്സ്, ഒരു ഫിനോമിനൻ. നമുക്ക് ഡീറ്റെയിൽ നമ്മൾ ഇനി പഠിക്കുന്നുണ്ട്. ഒരു ഫിനോമിനാണ് ബേസിക്കലി നമുക്ക് സക്സഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള സക്സഷണൽ ചേഞ്ചുകൾ ഇതൊക്കെ പഠിക്കാൻ എന്ത് സഹായിക്കും? ഇക്കോളജിക്കൽ സ്റ്റഡീസ് സഹായിക്കും. ഓൾറെഡി ഇപ്പോൾ തന്നെ 7 പോയിൻറ്റോളമായി. ഒരു 10 പോയിൻ്റ് ഒക്കെ തന്നെ നിങ്ങൾക്ക് ഒരു SIക്കുള്ള മാർക്കിനുള്ള കാര്യങ്ങളാവും കേട്ടോ. പിന്നെ ഇനി മറ്റൊരു പോയിൻ്റാണ് സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ അഡാപ്റ്റേഷൻസ്. നമുക്ക് സ്ട്രക്ചറലും ഫങ്ഷണലുമായിട്ട് അഡാപ്റ്റേഷൻ, ഇപ്പോൾ ഒരു എൻവയോൺമെൻറ്റിന് ചേഞ്ച് വന്നാൽ അതിനോട് നമ്മളെങ്ങനെ പൊരുത്തപ്പെട്ട് പോകുന്നു അല്ലേ? അത് ഇവല്യൂഷൻ്റെ പാർട്ടായിട്ട് നമ്മൾ അല്ലാണ്ട് പഠിക്കുന്നുണ്ട്. ഇപ്പോൾ ഇൻഡസ്ട്രിയൽ മെലാനിസം എന്നൊരു വാക്കൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഇൻഡസ്ട്രിയൽ മെലാനിസം വന്നപ്പോൾ അതുവരെയും വളരെ പ്രൊമിനൻ്റ് ആയിട്ട് വളർന്നുകൊണ്ടിരുന്നത് വൈറ്റ് മോത്തുകളാണ്. ഒരു നിശാചലഭമാണ് മോത്ത് എന്ന് പറയുന്നത്. വൈറ്റ് മോത്തുകളായിരുന്നു അത്രയും നാൾ വളരെ ഡോമിനൻ്റ് ആയിട്ട് ജീവിച്ചുകൊണ്ടിരുന്ന ഒരു ജീവിവർഗം. ഇപ്പോൾ ഈ ഇൻഡസ്ട്രികൾ ഒരുപാട് വരാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും അതിൻ്റെ എൻവയോൺമെൻറ്റ് ഫുള്ള് ബ്ലാക്ക് ആവാൻ തുടങ്ങി. എൻവയോൺമെൻറ്റ് ഫുള്ള് ബ്ലാക്ക് ആയപ്പോഴത്തേക്കും വൈറ്റ് മോത്തുകളെ പെട്ടെന്ന് തിരിച്ചറിയാൻ തുടങ്ങിയപ്പോഴത്തേക്കും അതിൻ്റെ പ്രിഡേറ്റേഴ്സ് വന്ന് അറ്റാക്ക് ചെയ്ത് പെട്ടെന്ന് തന്നെ അവർ നശിച്ചുപോയി. അപ്പോൾ അവിടെ പക്ഷേ ബ്ലാക്ക് മോത്തുകൾ കൂടുതലായിട്ട് സർവൈവ് ചെയ്തു. അപ്പോൾ അവർ അഡാപ്റ്റായി, എൻവയോൺമെൻറ്റിനോട് അവർ അഡാപ്റ്റായി എന്ന് പറഞ്ഞാൽ കുറേ സ്ട്രക്ചറലും ഫങ്ഷണലുമായിട്ട് കുറേ അഡാപ്റ്റേഷൻസ് ഒക്കെ ജീവജാലങ്ങൾക്ക് വരുന്നുണ്ട് അവരുടെ നിലനിൽപ്പിനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ വേൾഡ് ഈസ് ഡൈനാമിക്, അല്ലെങ്കിൽ നമ്മുടെ ജീവികളെല്ലാം ഡൈനാമിക്കാണ്. ഇത് എപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ചേഞ്ച് ഇതിനകത്ത് ബെറ്ററായിട്ട് ചേഞ്ച് ചെയ്യുന്ന ജീവികളെ സർവൈവ് ചെയ്ത് പോകത്തുള്ളൂ. വേഴ്സ്റ്റായിട്ട് ചേഞ്ച് ചെയ്യുന്നവരെല്ലാം എന്ത് ചെയ്യും? അവർ നശിച്ചു പോകാനും കാരണമാവും. അപ്പോൾ ഓരോ കാലഘട്ടത്തിൽ നിന്ന് പോകാനായിട്ട് ഇതുപോലെ കുറേ അഡാപ്റ്റേഷൻസ് ഒക്കെ ഉണ്ടാവേണ്ടത് ആവശ്യമാണ്. അപ്പോൾ അതൊക്കെ എങ്ങനെ ഉണ്ടാവുന്നു, അതുകൊണ്ടുള്ള ഗുണങ്ങൾ, ഇതൊക്കെ പഠിക്കാനും എക്കോളജിക്കൽ സ്റ്റഡി തന്നെയാണ് നമ്മൾ സഹായിക്കുന്നതെന്ന് മനസ്സിലാക്കുക. അത് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെന്ന് കരുതുന്നു. എന്തായാലും നിങ്ങൾക്ക് മനസ്സിലായില്ല എങ്കിൽ, എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടിട്ട് കമൻറ്റ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ വാട്സാപ്പ് ഗ്രൂപ്പിലാണെങ്കിലും ചോദിച്ചാൽ മതി, അത് പറഞ്ഞുതരാം. ഞാനിപ്പോൾ ഒരു 3-4 ക്ലാസ് നിങ്ങൾക്ക് എടുത്തതിന് ശേഷം ആ 4 ക്ലാസ് കൂടെ ഒരുമിച്ച് ഒരു ഗൂഗിൾ മീറ്റ് ക്ലാസ് റൂം വിളിച്ചിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്തൊന്നുകൂടെ ചർച്ച ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ഓക്കെ, അടുത്ത പോയിന്റ് നോക്കുക. ദ ഡെവലപ്മെൻറ്റ് ഇൻ കോഴ്സ് ഓഫ് എവല്യൂഷൻ. ഇപ്പോൾ ഞാൻ പറഞ്ഞ പോയിന്റ് തന്നെയാണ്. ജീവജാലങ്ങൾക്ക് എവല്യൂഷൻ്റെ ആ ഒരു കോഴ്സിൽ വരുന്ന മാറ്റങ്ങൾ. ഇപ്പോൾ ഹ്യൂമൻസ്, ഇപ്പോൾ നമ്മളെന്താ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ബ്രെയിൻ, ഇൻ്റലിജൻസ് ആണ് ഈ ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഈ ഒരു റീസെൻറ്റ് ടൈംസിലൊക്കെ ഹ്യൂമൻസിനെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓരോ കാലഘട്ടങ്ങളിലും അവർക്ക് ഓരോരോ ഡെവലപ്മെൻറ്റുകൾ ഉണ്ടായി വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ എല്ലാ ജീവജാലങ്ങൾക്കും ഓരോരോ ഡെവലപ്മെൻറ്റുകൾ ഉണ്ടായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഡെവലപ്മെൻറ്റൽ പാറ്റേൺ എങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ പറയാം, നമ്മുടെ ഇപ്പോൾ ചരിത്രം തന്നെ എടുത്തു കഴിഞ്ഞാൽ 400 കോടി വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ലൈഫ് ഉണ്ടായിരുന്നൊക്കെയാണ് പറയപ്പെടുന്നത്. അത്രയും മുമ്പ് ഉണ്ടായിരുന്ന ജീവൻ, അന്നേരം അവിടെ ഒരു യൂണിസെല്ലുലാറായിട്ടുള്ള പ്രോകാരിയോട്ടിക് ഉണ്ടായിരുന്ന ഒരു ജീവൻ ഇപ്പോൾ ഇത്രയും കോംപ്ലക്സ് ആയിട്ടും അഡ്വാൻസ് ആയിട്ടും ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരു ജീവിവർഗമായിട്ട് മാറാനായിട്ട് ഒരുപാട് ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ടാകും. ഈ ചേഞ്ചസുകൾ, ഈ ഡെവലപ്മെൻറ്റുകൾ എങ്ങനെയാണ് എന്നൊക്കെ മനസ്സിലാക്കാനും നമുക്ക് എന്ത് തന്നെ ആവശ്യമാണ്? എക്കോളജിക്കൽ സ്റ്റഡിയും ആവശ്യമാണ്. അതിൻ്റെ കൂടെ തന്നെ എവല്യൂഷനും പഠിക്കണം. ദെൻ മറ്റൊരു കാര്യം വെച്ചാൽ ദ ബയോളജിക്കൽ പ്രൊഡക്ടിവിറ്റി ആൻഡ് എനർജി ഫ്ലോ ഇൻ നാച്ചുറൽ സിസ്റ്റം. ബയോളജിക്കൽ പ്രൊഡക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്. ഗ്രീൻ പ്ലാന്റ്സ് അല്ലെങ്കിൽ പ്രൈമറി പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുന്നത് ഗ്രീൻ പ്ലാന്റ്സ് ആണ്. അവർക്ക് ക്ലോറോഫിൽ എന്നുള്ള പിഗ്മെൻ്റ് ഉള്ളതുകൊണ്ട് അവർ ലൈറ്റിനെ അബ്സോർബ് ചെയ്തിട്ട് അത് ഉപയോഗിച്ചിട്ട് ന്യൂട്രിയൻസ് വെച്ചിട്ട് ഫുഡ് ഉണ്ടാക്കുന്നു. ആ ഫുഡിനെ യൂസ് ചെയ്തിട്ടാണ് ബാക്കിയുള്ള ജീവികളെല്ലാം വളരുന്നത്. അതിന് നമ്മൾ ഫുഡ് ചെയിൻ എന്നും ഫുഡ് വെബ് എന്നും ഒക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ചെറിയ ക്ലാസ്സിലേ പഠിക്കുന്ന കാര്യങ്ങളാണ്. സോ അങ്ങനെ ഉള്ള
അവിടെ എങ്ങനെയാണ് അതിൻ്റെ പ്രൊഡക്ടിവിറ്റി എത്രയാണ്, അതുപോലെ എനർജിയാണ്. നമ്മൾ ഈ ഫുഡ് എന്ന് പറയുന്നത് ബേസിക്കലി എന്താ, എനർജിയാണ്. സോളാർ എനർജീനെ നമ്മൾ ഓരോ ഘട്ടം ജീവികളിലൂടെ പ്ലാന്റ്, ഹെർബിവോറസ്, കാർണിവോറസ്, ഒമ്നിവോറസ് എന്നൊക്കെ പറഞ്ഞ് ആ ഒരു ജീവികളിൽ കൂടെ എനർജി എങ്ങനെയാണ് ഫ്ലോ ചെയ്യുന്നത് എന്നുള്ളതിനെ പറ്റി പഠിക്കാനും മനസ്സിലാക്കാനും ഇക്കോളജിക്കൽ പിരമിഡ്സ് ഒക്കെ ഉണ്ട്. ഇതെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഞാനിപ്പോൾ ജനറലി എന്തൊക്കെയാണ് കാര്യങ്ങളെന്ന് പറയുന്നുള്ളൂ. ഇതിങ്ങനെ ഒരു എസ്സേയോ ചോദ്യമോ നിങ്ങൾക്ക് വന്നാൽ എന്താണ് വാട്ട് ഇസ് ദ സ്കോപ്പ് ആൻഡ് റിലവൻസ് ഓഫ് ഇക്കോളജി എന്ന് വന്നാൽ മാത്രം എഴുതുന്ന രീതിക്കുള്ള പോയിന്റുകളാണ് ഇപ്പോൾ പറയുന്നത്. ഇതിൽ ഓരോ പോയിന്റും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അടുത്ത ക്ലാസ്സുകളിൽ പഠിക്കുന്നതാണ് കേട്ടോ. അതുപോലെ നെക്സ്റ്റ് ഇക്കോളജി പഠിച്ച ഫോക്കസ് ഓൺ ദ റോൾ ഓഫ് ഹ്യൂമൻ ഇൻ ഡിഗ്രഡേഷൻ ഓഫ് എൻവയോൺമെൻറ്റ് ആൻഡ് സജസ്റ്റ് റെമഡീസ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഇതൊരു മെയിൻ പോയിൻ്റാണ്. നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇക്കോളജി പഠിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്. ഫോക്കസ് ഓൺ ദ റോൾ ഓഫ് ഹ്യൂമൻ ഇൻ ഡിഗ്രഡേഷൻ ഓഫ് എൻവയോൺമെൻറ്റ്. ഈ എൻവയോൺമെൻറ്റിൻ്റെ ഡിഗ്രഡേഷൻ നടന്നുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ നശിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു തരത്തിൽ, അല്ലേ? ഇവിടെ ഭയങ്കര ചൂട് കൂടുന്നു, മലിനീകരണങ്ങൾ കൂടുന്നു, നമ്മുടെ റിവേഴ്സ് എല്ലാം പൊല്യൂട്ടഡ് ആവുന്നു, ഓഷ്യൻസ് പൊല്യൂട്ടഡ് ആവുന്നു, അതുപോലെ ഒരുപാട് ജീവിവർഗ്ഗങ്ങൾ നശിച്ചു എക്സ്റ്റെൻഡ് ആയി പോകുന്നുണ്ട്. നമ്മൾ കഴിക്കുന്ന ആഹാരവും കുടിക്കുന്ന വെള്ളവും ശ്വസിക്കുന്ന വായുവും എല്ലാം പൊല്യൂട്ടഡ് ആണ്. സോ അതുമാത്രമല്ല നമ്മുടെ കൺസ്ട്രക്ഷൻസൊക്കെ കൊണ്ട് ഫ്ലഡ്സ് ഉണ്ടാവുന്നു, അതുപോലെ എർത്ത് ക്യൂക്സ് ഉണ്ടാകുന്നു, ലാൻഡ് സ്ലൈഡിങ് ഉണ്ടാകുന്നു, അങ്ങനെ ഒരുപാട് ഡിസാസ്റ്ററുകൾ ഉണ്ടാകുന്നു. ഇതൊക്കെ നമ്മുടെ ഡേ ടു ഡേ ലൈഫിലെ കുറേ ആക്ടിവിറ്റികൾ കൊണ്ടുണ്ടാകുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതിനെപ്പറ്റി മനസ്സിലാക്കണമെങ്കിലും നമുക്കിത് പഠിച്ചേ മതിയാവുള്ളൂ, അല്ലേ? ഇന്നൊരു കൺസ്ട്രക്ഷൻ നടത്തി കഴിഞ്ഞാൽ ഇന്ന പ്രോബ്ലംസ് ഉണ്ടാവും എന്നതിനെപ്പറ്റി പഠിച്ചാൽ മാത്രമേ നമുക്കത് മനസ്സിലാകത്തുള്ളൂ. അത് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് അതിനൊരു റെമഡി, ഒരു പരിഹാരം കണ്ടെത്താൻ പറ്റുകയുള്ളൂ, അല്ലേ? സോ എക്കോളജിക്കൽ സ്റ്റഡിക്ക് വളരെയധികം റിലവൻസ് ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കണം. അതുപോലെ ഡീഫോറസ്റ്റേഷൻ, വനനശീകരണത്തെ പറ്റിയും അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റുകളെ പറ്റിയും അതുകൊണ്ടുണ്ടാകുന്ന ദോഷവശങ്ങളെ പറ്റിയൊക്കെ പഠിക്കാനും മനസ്സിലാക്കാനും ഇക്കോളജിക്കൽ സ്റ്റഡി അനിവാര്യമാണ്. അതുപോലെ കില്ലിംഗ് ഓഫ് ആനിമൽ ലൈഫ് നമ്മൾ പറഞ്ഞ കാര്യം തന്നെ. അതുപോലെ കെമിക്കൽ, ബയോളജിക്കൽ ആൻഡ് ന്യൂക്ലിയർ വാർഫെയർ, അല്ലേ? ഇന്നത്തെ കാലത്തെ യുദ്ധങ്ങൾ എങ്ങനെയാണ്, അല്ലേ? പഴയ പോലെ അമ്പും വില്ലുവോ അല്ലെങ്കിൽ കുന്തം കൊണ്ടുള്ളതോ കാര്യങ്ങളൊന്നും അല്ല. ഇന്ന് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള വെപ്പൺസാണ് യൂസ് ചെയ്യുന്നത്. അതിൽ മെയിനായിട്ടുള്ളതാണ് കെമിക്കൽ വെപ്പൺസ് ഉണ്ട്, അല്ലേ? ഒരുപാട് കെമിക്കലുകൾ യൂസ് ചെയ്തിട്ട് നമ്മളത് കെമിക്കലുകളെ വെപ്പണായിട്ട് ഉപയോഗിക്കുകയാണ്, രോഗങ്ങൾ വരുത്താനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിൽ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആൾക്കാരെ കില്ല് ചെയ്യാൻ ശേഷിയുള്ള കെമിക്കലുകളെ നമ്മളിപ്പോൾ ഒരു സ്മോക്ക് അല്ലെങ്കിൽ ഇപ്പോൾ ലാഫിങ് ഗ്യാസോ അങ്ങനത്തെ സാധനങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട്, അങ്ങനത്തെ കെമിക്കലുകളൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ ഒപ്പോസിഷൻ തകർക്കാൻ വേണ്ടി വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ ബയോളജിക്കലുണ്ട്. ബയോളജിക്കൽ മെയിൻലി ബയോളജിക്കൽ നടക്കുന്ന നമ്മൾ ഈ 7ാം അറിവ് സിനിമയിലൊക്കെ കാണുന്ന പോലെ, അല്ല ആന്ത്രാക്സിൻ്റെ കഥയൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അങ്ങനെ ഒരു വൈറസിനെയോ ഡിസീസ് കോസിങ് ആയിട്ടുള്ള വളരെ ഡേഞ്ചറസ് ആയൊരു വൈറസിനെയോ, അപ്പോൾ ഇതിനെ കൊറോണ വൈറസിനെയൊക്കെ നമ്മൾ ഇൻറ്റൻഷ്യലി മനഃപൂർവ്വം തന്നെ എന്ത് ചെയ്യാണ്, നമ്മുടെ ശത്രുരാജ്യത്തേക്കോ അല്ലെങ്കിൽ ശത്രുക്കളിലേക്കോ സ്പ്രെഡ് ചെയ്യാൻ അനുവദിക്കുന്നു. സോ നമുക്ക് നമ്മുടെ ആൾക്കാരൊന്നും നഷ്ടം വരാതെ, നമുക്കൊരു ദോഷവും വരാണ്ട്, ഒരാളെ പോലും കൊല്ലാനോ വെടിവെപ്പോ ഒന്നും നടത്താതെ തന്നെ അവരുടെ കമ്മ്യൂണിറ്റിനെ മുഴുവൻ കൊല്ലാനും അവരുടെ സമ്പദ് വ്യവസ്ഥയെ ഒക്കെ നശിപ്പിക്കാനുമായിട്ട് സാധിക്കുന്നു. അതുപോലെ ന്യൂക്ലിയർ വെപ്പൺസ്, നമ്മളറിയാം ന്യൂക്ലിയർ ബോംബുകളൊക്കെ നമ്മൾ പഠിച്ചായിരുന്നു, ആറ്റം ബോംബ്സ് പോലത്തെ ന്യൂക്ലിയർ വെപ്പൺസുകൾ ഇപ്പോൾ എല്ലാ രാജ്യങ്ങളിലെയും കസ്റ്റഡി ഉണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു യുദ്ധം നടന്നു കഴിഞ്ഞാൽ ഭൂമി എൻ്റയർലി നശിച്ചു പോകുന്നൊരു സിറ്റുവേഷനാണ്. കാരണം അത്രയ്ക്കും പവർഫുൾ ആയിട്ടുള്ള വെപ്പൺസാണ് ഓരോ രാജ്യങ്ങളും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ന്യൂക്ലിയർ ഫ്യൂഷനെയും ഫിഷനെയൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ബോംബുകൾ, ഹൈഡ്രജൻ ബോംബുകൾ, അങ്ങനത്തെ ബോംബുകളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ്, എന്താണ് അതിൻ്റെ പ്രശ്നങ്ങൾ, ഇതെല്ലാം മനസ്സിലാക്കാനായിട്ട്, അതായത് പൊതുജനങ്ങൾക്ക് ഇതെല്ലാം അറിയണം, എന്താണ് ഇതിൻ്റെ ദൂഷ്യവശങ്ങൾ, ഇതുകൊണ്ട് എന്തൊക്കെ പ്രശ്നങ്ങൾ നമ്മുടെ സൊസൈറ്റിയിൽ ഉണ്ടാവും എന്നൊക്കെ എല്ലാ ആൾക്കാരും അറിയാനും മനസ്സിലാക്കാനുമാണ് നമ്മൾ എക്കോളജിക്കൽ സ്റ്റഡി ഇപ്പോൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞാലും അടുത്ത നമ്മുടെ കൂട്ടുകാർക്കോ ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്തിട്ട് ഇതിൻ്റെ പ്രോബ്ലംസൊക്കെ മനസ്സിലാക്കാൻ നമ്മൾ ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത് വളരെ ആവശ്യമാണ്. സോ ഇതൊക്കെ ഇതിൻ്റെ റെലവൻസ് അല്ലെങ്കിൽ സ്കോപ്പ് എന്ന് പറയുന്ന കാര്യങ്ങൾ. അതുപോലെ മറ്റൊരു വലിയൊരു പ്രോബ്ലമാണ് നമ്മൾ ഫേസ് ചെയ്യുന്ന പ്രോബ്ലമാണ് പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ എന്ന് പറയുന്നത്, അല്ലേ? ജനസംഖ്യ ഇങ്ങനെ വല്ലാണ്ട്, ജനസംഖ്യ വിസ്ഫോടനമാണ്. അതുപോലെ ജനസംഖ്യ ഇങ്ങനെ കൂടിക്കൊണ്ടേയിരുന്നു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ റിസോഴ്സുകൾ അല്ലെങ്കിൽ നമുക്ക് വേണ്ട സാധനങ്ങൾ, ഇപ്പോൾ ആഹാരമായിക്കോട്ടെ, അങ്ങനെ എന്തെല്ലാം നാച്ചുറൽ റിസോഴ്സുകളെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് എല്ലാ ജീവജാലങ്ങളുടെയും ലൈഫ് ഇരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള നാച്ചുറൽ റിസോഴ്സുകൾ ഒരു ലിമിറ്റുണ്ട്, അല്ലെങ്കിൽ അതുണ്ടാവണമെങ്കിലും ഒക്കെ ഒരു കാലഘട്ടങ്ങളൊക്കെ വേണം. ഇപ്പം ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ നാച്ചുറലായിട്ടുള്ള ഒരു റിസോഴ്സ് തന്നെയാണ് പെട്രോളിയം എന്ന് പറയുന്ന കാര്യം. അപ്പോൾ പെട്രോളിയം ഉണ്ട്, അത് പക്ഷേ കോടിക്കണക്കിന് വർഷങ്ങൾക്ക് ഉണ്ടായ ഒരു കാര്യമാണ്. അതിനെ പക്ഷേ കുറഞ്ഞ കാലം കൊണ്ട് തന്നെ നമ്മൾ യൂസ് ചെയ്ത് തീർക്കാറായിരിക്കും, അല്ലേ? അപ്പോൾ ജനസംഖ്യ കൂടുന്നതനുസരിച്ച് അവരുടെ നീഡ്സ് കൂടുന്നു. അപ്പോൾ ഈ നാച്ചുറൽ റിസോഴ്സിനെ
ഒരുപാട് യൂട്ടിലൈസ് ചെയ്യുകയും അത് നശിക്കുകയും ചെയ്യുന്നു. ലാസ്റ്റ് ഇതില്ലാണ്ട് വരുന്നൊരു ഘട്ടത്തിലേക്ക് ചെല്ലാനുള്ള സാധ്യതയുണ്ട്. സോ അപ്പോൾ അതിൻ്റെ ഈ പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ കൊണ്ടുണ്ടാകുന്ന പ്രോബ്ലംസ്, ഇതെല്ലാം ഇങ്ങനത്തെയുള്ള എല്ലാ പ്രശ്നങ്ങളെ പറ്റിയും ആധികാരികമായിട്ട് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ഇക്കോളജിക്കൽ സ്റ്റഡി നടത്തേണ്ടതുണ്ട്. സോ ഇതൊക്കെയാണ് നമ്മൾ ഇക്കോളജി പഠിക്കുന്നതുകൊണ്ട് മെയിനായിട്ട് മുന്നോട്ട് വെക്കുന്നത്. ഓക്കെ, ഈ കാര്യങ്ങൾ മനസ്സിലായെന്ന് വരുന്നു. അതുപോലെ ഇക്കോളജി പഠിച്ചാൽ മാത്രം പോരാ, നമ്മൾ മറിച്ചൊരു കാര്യം കൂടി ചെയ്യണം. ഈ പഠിച്ച കാര്യങ്ങളെ നമ്മൾ പൊതുജനങ്ങളിലേക്ക് എത്തിക്കുകയും എല്ലാവരെയും മനസ്സിലാക്കുകയും ഇതിനെതിരെ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നൊരു സൊല്യൂഷൻ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ നടത്തണം. ഇതൊക്കെയാണ് നിങ്ങൾ ഇപ്പോൾ ഡിഗ്രി കോഴ്സിൻ്റെ ഭാഗമായിട്ട് ഇക്കോളജി പഠിത്തത്തിൽ വെറുതെ പഠിക്കുക, മാർക്ക് മേടിക്കുക, പോവുക എന്നുള്ളതല്ല. നമുക്ക് ശരിക്കും അറിയാവുന്നൊരു കേസാണ്. ഇനി വരുന്നൊരു ജനറേഷൻ, ഒരുപാട് സയൻറ്റിസ്റ്റുകളൊക്കെ പറയുന്നുണ്ട്, ഇപ്പോൾ 2025 ലോകം അവസാനിക്കും, 2050 ലോകം അവസാനിക്കും, 2060 മനുഷ്യരുണ്ടാവില്ല എന്നൊക്കെ ഇങ്ങനെ ഒരുപാട് ബുദ്ധിജീവികളും സയൻറ്റിസ്റ്റുകളും ഒക്കെ ഇപ്പോൾ തന്നെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഭയങ്കരമായൊരു ഭീകരമായൊരു പ്രശ്നത്തിലേക്ക് ഇപ്പോൾ കൊറോണ വന്നു എന്ന് പറയുന്ന പോലെ ഇനി ഭാവിയിൽ ഇതുപോലത്തെ പല പ്രശ്നങ്ങളും വരാം. അതിന് കാരണം മെയിനായിട്ടും ഈ എൻവയോൺമെൻറ്റൽ ഡിഗ്രഡേഷൻസ് തന്നെയാണ്. അല്ലെങ്കിൽ പൊല്യൂഷനും അങ്ങനെ ഹ്യൂമൻ്റെ ഒരു ഡേ ടു ഡേ ലൈഫിലുണ്ടാക്കിയ കുറേ പ്രശ്നങ്ങൾ കൊണ്ടുണ്ടാകുന്ന ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്ന് നമുക്ക് പറയാവുന്നൊരു കാര്യമാണ് ഈ ഇതുപോലത്തെ ഡിസീസുകൾ സ്പ്രെഡ് ചെയ്യുന്നത്, പ്രളയം വരുന്നത്, അല്ലെങ്കിൽ കൊടുങ്കാറ്റുകളോ എർത്ത് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം വരുന്ന ഒരു നല്ലൊരു പെർസെൻറ്റേജും നമ്മുടെ ആക്ടിവിറ്റി കൊണ്ടാണ്, ഹ്യൂമൻ ആക്ടിവിറ്റി കൊണ്ടാണ്. സോ അത് നമുക്ക് തിരിച്ചറിവ് വേണം. ഇപ്പോൾ എല്ലാ വ്യക്തിക്കും ആ തിരിച്ചറിവൊന്നും ഉണ്ടാവില്ല. ചില ആളിപ്പോൾ ഒരു അത്യാവശ്യം എഡ്യൂക്കേഷനൊക്കെ കുറഞ്ഞ ഒരാൾക്കാർക്കൊക്കെ ചിലപ്പോൾ അവർക്കൊരു ബോധ്യം ഉണ്ടാകത്തില്ല. ഞാൻ ഇന്ന കാര്യം ചെയ്യുന്നതുകൊണ്ടാണ്, ഞാൻ മരം വെട്ടുന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ പ്ലാസ്റ്റിക് യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് എന്നുള്ളൊരു ബോധ്യം അവർക്ക് ഉണ്ടാകത്തില്ല. സോ നമ്മൾ അവരെ അവയർനെസ് കൊടുക്കേണ്ടത് വളരെ ഒരു അത്യാവശ്യമായൊരു കാര്യമാണ്. അപ്പോൾ ആ അവയർനെസ്സിൻ്റെ ആവശ്യകത എന്താണെന്നുകൂടെ നമുക്ക് ജസ്റ്റ് നോക്കാം. സിൻസ് അവർ എൻവയോൺമെൻറ്റ് ഈസ് ഗെറ്റിംഗ് ഡീഗ്രേഡഡ് ഡ്യൂ ടു ഹ്യൂമൻ ആക്ടിവിറ്റീസ്, വി നീഡ് ടു സംതിങ് എബൌട്ട് ടു സസ്റ്റെയിൻ ദ ക്വാളിറ്റി. അല്ലേ, നമ്മുടെ കയ്യിലിരിപ്പ് കൊണ്ടല്ലേ, നമ്മുടെ ആക്ടിവിറ്റികൾ കൊണ്ട് എൻവയോൺമെൻറ്റ് ഈസ് ഗെറ്റിംഗ് ഡീഗ്രേഡഡ്. സോ വി നീഡ് ടു ഡൂ സംതിങ്. നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തേ വരികയുള്ളൂ. എന്തിനു വേണ്ടിയിട്ട്? സസ്റ്റെയിൻ ദ ക്വാളിറ്റി. എൻവയോൺമെൻറ്റിൻ്റെ ആ ക്വാളിറ്റി നിലനിർത്താൻ വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ തീർച്ചയായിട്ടും ചെയ്തേ മതിയാവുള്ളൂ. അപ്പോൾ എന്ന ബോധ്യം അവർക്ക് കൊടുക്കണം. അതിനാണ് പബ്ലിക് അവയർനെസ് വേണമെന്ന് പറയുന്നത്. വി ഓഫൻ ഫീൽ ദാറ്റ് ഗവൺമെൻറ് ഷുഡ് ടേക്ക് പ്രോപ്പർ മെഷറിംഗ് സ്റ്റെപ്സ്, ബട്ട് ഓൾ ഓഫ് അസ് ആർ ഈക്വലി റെസ്പോൺസിബിൾ ടു പ്രൊട്ടക്റ്റ് അവർ എൻവയോൺമെൻറ്റ്. അല്ലേ, നമ്മളെല്ലാവരും ചെയ്യുന്നൊരു കാര്യമാണ്. ഇപ്പോൾ തമാശക്കെല്ലാം പറയും, ഓക്കെ പ്ലാസ്റ്റിക് ഒരു പ്രശ്നമെന്ന് പറയുമ്പോൾ ചിലരെങ്കിലും പറയാറുണ്ട്, പ്ലാസ്റ്റിക് ഉണ്ടാക്കുന്നത് നിർത്തിയാൽ പോരെ, ഇതങ്ങ് നിരോധിച്ചാൽ പോരെ. ശരിയാണ്, നിരോധിച്ചാൽ മതി, അപ്പോൾ നമ്മൾ ബദൽ മാർഗ്ഗങ്ങളിലേക്ക് പോകും. പക്ഷേ ഇത് വേണമെന്ന് ആവശ്യപ്പെടുന്ന ആൾക്കാർ അന്നേരവും ഉണ്ടാവും. ഇപ്പോൾ നമുക്കറിയാം പ്ലാസ്റ്റിക് ഡിപ്പെൻഡൻ്റ് ആയിട്ടാണ് മിക്കവാറും സാധനങ്ങളൊക്കെ, പാക്കേജ് ഐറ്റംസ്, ഡ്രിങ്കിങ് വാട്ടേഴ്സ്, അങ്ങനെ ഒരുപാട് സാധനങ്ങളെല്ലാം പ്ലാസ്റ്റിക് ഡിപ്പെൻഡ്. അതും സിംഗിൾ യൂസ് പ്ലാസ്റ്റിക്സ് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് വരുന്നത്. അതിനെല്ലാം കൂടെ ഒറ്റയടിക്ക് ഒരു നിമിഷം നിർത്താനും പറ്റത്തില്ല. അപ്പോൾ നമ്മൾ വേറൊരു തരത്തിൽ ചിന്തിക്കാം. എന്തിനും ഒരു എക്കണോമിക് സെൻസിൽ അല്ലെങ്കിൽ ബികോം സെൻസിൽ പറയുകയാണെങ്കിൽ ഡിമാൻഡ് ഇൻക്രീസ് പ്രൈസ് എന്ന് നമ്മൾ പറയാറുണ്ട്. എന്ത് സാധനത്തിനെയും ആവശ്യകതയാണ് അതിൻ്റെ മൂല്യവും വിലയും ഉയർത്തുന്നത്. അത് ആവശ്യമില്ലെങ്കിൽ അതുണ്ടാക്കുമോ? ഇല്ല. അപ്പോൾ നിങ്ങളത് വാങ്ങാതിരുന്നു കഴിഞ്ഞാൽ, മറ്റുള്ളവരും വാങ്ങാതിരുന്നു കഴിഞ്ഞാൽ, ഈ സാധനം വാങ്ങാൻ ആളില്ലാണ്ടായി കഴിഞ്ഞാൽ അവർക്ക് സ്വാഭാവികമായിട്ടും നിർത്തേണ്ടതായിട്ട് വരും. സോ അങ്ങനെ എല്ലാ വ്യക്തികളും ചിന്തിക്കണം. എല്ലാവരും മാറി ചിന്തിക്കാൻ തുടങ്ങിയാൽ മാത്രമേ നമുക്കതിനെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ അതിനൊക്കെ വേണ്ടത് ഇത് മോശമാണെന്നും ഇത് നമ്മുടെ ലൈഫിനെ തന്നെ സാരമായി ബാധിക്കുന്നൊരു പ്രോബ്ലമാണെന്നും എല്ലാവരെയും മനസ്സിലാക്കുക. സോ അതിനാണ് എന്ത് വേണ്ടത്? ഒരു അവയർനെസ് കൊടുക്കണമെന്ന് പറയുന്നത്. ദെൻ ഇതിനകത്ത് അവയർനെസ് കൊടുക്കാനായിട്ട് ഇപ്പോൾ നമുക്കറിയാം സോഷ്യൽ മീഡിയാസൊക്കെ വളരെ സജീവമായിട്ടൊരു കാര്യമാണ്. അതുപോലെ പ്രിൻറ്റിങ് മീഡിയാസ്, സോഷ്യൽ മീഡിയാസൊക്കെ അതിനൊരു സ്ട്രോങ് ഇൻഫ്ലുവൻസ് പബ്ലിക്കിനിടയ്ക്ക് കൊടുക്കണം. ഇപ്പോൾ നമുക്കറിയാം, നമുക്കൊരു രാഷ്ട്രീയ ചർച്ച കാണുന്നതിനോടോ അല്ലെങ്കിൽ ഒരു സിനിമ റിലീസിനെ പറ്റിയുള്ള വാർത്ത കാണുന്നതിനോടോ ഒക്കെയുള്ളൊരു ഇൻട്രസ്റ്റ് ഒന്നും ഒരു എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷനെ പറ്റി ഉണ്ടാകുന്നൊരു വാർത്തയോടില്ല. നമുക്ക് എൻവയോൺമെൻറ്റ് വേണമെന്നും നമുക്ക് അതുണ്ടെങ്കിലേ നിലനിൽക്കാൻ പറ്റുള്ളൂ എന്നുള്ള ബോധ്യം നമുക്ക് ഉണ്ടാകുന്നില്ല. സോ അതിൻ്റെ ഇമ്പോർട്ടൻസ് അപ്പോൾ ഈ സോഷ്യൽ മീഡിയാസും അതുപോലെ തന്നെ പ്രിൻറ്റിങ് മീഡിയാസും എല്ലാം ഇതിൻ്റെ ഇമ്പോർട്ടൻസ് ഇങ്ങനെ വിളിച്ച് പറഞ്ഞുകൊണ്ടിരുന്നാൽ മാത്രമേ പൊതുജനങ്ങൾക്കും അത് മനസ്സിലാവത്തുള്ളൂ, അവരത് സീരിയസ് ആയിട്ട് എടുക്കുകയുള്ളൂ. സോ അത് ആരും വിളിച്ച് പറയാത്ത കാലത്തോളം, ഒറ്റപ്പെട്ട ചില ശബ്ദങ്ങളായിട്ട് മാത്രം നിൽക്കുന്ന കാലത്തോളം ആരും അതിനെ മൈൻഡ് ചെയ്യത്തില്ല. അപ്പോൾ
ഇതൊരു വലിയ പ്രശ്നമാണ്. നമ്മൾ തന്നെ നമ്മുടെ ശവക്കുഴി തോണ്ടിക്കൊണ്ടിരിക്കുകയാണെന്ന ബോധ്യം ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞാൽ മാത്രമേ ജനങ്ങളും സ്വയം ചിന്തിച്ച് മാറാൻ തീരുമാനിക്കത്തുള്ളൂ. സോ അതിന് മീഡിയകളും ഒരു നല്ല എഫോർട്ട് എടുക്കണം. ഓക്കെ, ദെൻ പിന്നൊരു വലിയ പാർട്ട് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണ് പൊളിറ്റീഷ്യൻസ് എന്ന് പറഞ്ഞത്. പൊളിറ്റീഷ്യൻ ഷുഡ് റെസ്പോണ്ട് പോസിറ്റീവ്ലി ടു എ സ്ട്രോങ് പബ്ലിക്കലി സപ്പോർട്ടഡ് ആക്ടിവിറ്റി. അതാണ് വേണ്ടത്. ഇപ്പോൾ നമ്മൾ SN കോളേജിലെ ചെമ്പഴന്തിയിലെ സുവോളജി സ്റ്റുഡൻസ് എല്ലാം കൂടെ കൂടി ചേർന്നിട്ട് ഒരു ആക്ടിവിറ്റി നടത്തുകയാണ്. നമ്മുടെ പരിസരത്തുള്ളൊരു ലേക്ക് ക്ലീൻ ചെയ്യുന്നു, അല്ലെങ്കിൽ അത് പ്ലാസ്റ്റിക് ഫ്രീ ആയിട്ട്, അല്ലെങ്കിൽ ആ ക്യാമ്പസിനുള്ളിൽ പ്ലാസ്റ്റിക് കടത്തില്ല എന്ന് തീരുമാനം എടുക്കുന്നു. അങ്ങനത്തെ ചെറിയ ചെറിയ മൂവ്മെൻറ്റുകളെ ഓരോ പൊസിഷനിലുള്ള പൊളിറ്റീഷ്യൻസും അതുപോലെ ഹയർ ഓർഡർ ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഹയർ ആയിട്ടിരിക്കുന്ന ആൾക്കാരെല്ലാം നമ്മൾ സപ്പോർട്ട് ചെയ്യുക, അതിനെ മോട്ടിവേറ്റ് ചെയ്യുക. ഇത് വളരെ നല്ല കാര്യമാണ് എന്നൊരു രീതിയിൽ ഒരു പബ്ലിസിറ്റി കൊടുക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ വീണ്ടും ആൾക്കാർക്കും കുട്ടികൾക്കും ടീച്ചേഴ്സിനൊക്കെ ആണെങ്കിലും ചെയ്യാനുള്ളൊരു തോന്നലുണ്ടാവും അല്ലേ. അപ്പോൾ ആ ഒരു തോന്നലുണ്ടാകുന്ന രീതിയിൽ പെരുമാറുക. അപ്പോൾ നമ്മുടെ ചുറ്റും ഒരുപാട് നാച്ചുറലിസ്റ്റുകളും അതുപോലെ ആക്ടിവിസ്റ്റുകളും ഒക്കെ ഇതിനു വേണ്ടി പുറകെ നടക്കുന്നുണ്ട്. ഒരുപാട് പേര് മരം നടണമെന്നും അതിൻ്റെ ആവശ്യകത ഇന്നതാണെന്നൊക്കെ പറഞ്ഞ് പുറകെ നടക്കുന്നുണ്ട്. പക്ഷെ നമ്മളതൊക്കെ കേൾക്കുന്നു, മറക്കുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നവരെ ഒന്ന് സപ്പോർട്ട് ചെയ്യുകയും അവരെ മുന്നിലേക്ക് കൊണ്ടുവരികയും അവർക്ക് ഒരു ചെറിയ അവാർഡൊക്കെ കൊടുത്ത് അവരെ ഒന്ന് എൻഹാൻസ് ചെയ്യുക, എൻകറേജ് ചെയ്യുക ചെയ്ത് കഴിഞ്ഞാൽ ഇവർ സൂപ്പറാവും. അപ്പോൾ ആ എൻകറേജ് കിട്ടുമ്പോൾ മറ്റുള്ള ആൾക്കാർക്കും തോന്നും, അവരെ കാണുമ്പോൾ ഇത് വേണ്ടൊരു ആവശ്യമാണ്, ഇത് വലിയൊരു കാര്യമാണ് എന്നൊക്കെ തോന്നിയിട്ട് നമ്മളെന്ത് ചെയ്യും, ആൾക്കാർ പലരും ആ ഒരു റൂട്ടിൽ തന്നെ, ആ ഒരു പാതയിൽ വരാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അതുപോലെ NGOs can take active role in creating awareness from grassroots level to the topmost policy decision makers. അതുപോലെ ഇവിടെ ഒരുപാട് NGOs ഉണ്ട്. NGOs എന്ന് പറഞ്ഞാൽ നോൺ ഗവൺമെൻറ് ഓർഗനൈസേഷൻസ് ഉണ്ട്. ഈ എൻവയോൺമെൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനും വനനശീകരണം തടയാനും അതിനൊക്കെ വേണ്ടിയിട്ടൊക്കെ ആയിട്ടും ഒരുപാട് NGOs ഉണ്ട്. അപ്പോൾ അവർക്കെന്ന് പറഞ്ഞാൽ ഒരു ഏറ്റവും താഴേക്കടയിലുള്ള ആളുകൾ മുതൽ ഹയർ ഓർഡർ ആയിട്ടുള്ള ഇപ്പോൾ മിനിസ്റ്റേഴ്സ് ലെവലിലൊക്കെ വരെ ഇൻഫ്ലുവൻസ് ഉള്ള ആൾക്കാരാണ്. അപ്പോൾ അവരിലേക്ക് ഈ ഡിസിഷൻ എടുക്കുന്ന ആൾക്കാരിലേക്ക് ഇതിൻ്റെ ഇമ്പോർട്ടൻസും കാര്യങ്ങളും, അതായത് നമ്മുടെ എൻവയോൺമെൻറ്റ് സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകതയും അതില്ലെങ്കിൽ നമ്മുടെ നിലനിൽപ്പിന് അവിടെ ആകുന്നുള്ള ഇതൊക്കെ ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷെ അതിൻ്റെ ആ സിറ്റിസൻസോട് കൂടി അങ്ങ് എത്തിക്കാനായിട്ടൊരു ശ്രമവും നടത്തേണ്ടതുണ്ട്. പിന്നെ ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ എൻവയോൺമെൻറ്റ് ഈസ് ആൻ ഇൻ്റഗ്രേഷൻ ഓഫ് ബോത്ത് ലിവിങ് ആൻഡ് നോൺ ലിവിങ് ഓർഗാനിസംസ് അല്ലേ. നമ്മളിപ്പോൾ പറഞ്ഞ കാര്യം തന്നെയാണ്. എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത് ലിവിങ് ആയിട്ട് നോൺ ലിവിങ് ആയിട്ടുള്ള സാധനങ്ങളാണ്. അപ്പോൾ ലിവിങ് സിസ്റ്റത്തിന് ജീവിക്കണമെങ്കിൽ നോൺ ലിവിങ് തിങ്സും വേണം. വാട്ടർ, എയർ, സോയിൽ, മിനറൽസ്, വൈൽഡ് ലൈഫ്, ഗ്രാസ് ലാൻഡ്സ്, ഫോറസ്റ്റ്, ഓഷ്യൻസ്, അഗ്രികൾച്ചർ എക്സെട്ര ആർ ഓൾ ലൈഫ് സപ്പോർട്ടിംഗ് സിസ്റ്റംസ്. ഇതെല്ലാം ഉള്ളതുകൊണ്ടാണ് ജീവൻ എന്ന് പറയുന്ന കാര്യം ഇവിടെ നിലനിൽക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഇല്ലാണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ജീവനും ഉണ്ടാകത്തില്ല അല്ലേ. ഒരു ഫേസ്ബുക്കിലൊക്കെ കണ്ടിട്ടുള്ള കേസ് നിങ്ങളും ചിലപ്പോൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഈ ലോകത്തെ അവസാനത്തെ പുഴയും വറ്റി അങ്ങനെ ഒരു കൊണ്ടുണ്ട്. അവസാനത്തെ പുഴയും വറ്റി അവസാനത്തെ മത്സ്യവും തീർന്നു കഴിയുമ്പോഴേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ പണം തിന്ന് മനുഷ്യൻ ജീവിക്കാൻ കഴിയില്ല എന്നുള്ള കാര്യം എന്ന് പറയുന്നൊരു സെൻസിൽ ഇത് നമുക്ക് ഇപ്പോൾ ഒരു നീഡായിട്ട് തോന്നില്ലെങ്കിലും ശരിക്കും നമുക്ക് ഇതിനെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട വളരെ വളരെ ആവശ്യമായൊരു സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ട് ഇപ്പോൾ തന്നെ. പല രാജ്യങ്ങളും സീക്രട്ടായിട്ട് ഇതൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ജനങ്ങളെ പാനിക് ആക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അവരത് പുറത്ത് പറയുന്നില്ല. ഇപ്പോൾ എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ ആക്ട് ഒക്കെ ഉണ്ട് നമുക്ക്. അതുപോലെ ഇപ്പോൾ കസ്തൂരി രംഗ റിപ്പോർട്ട്, മാധവ് ഗഡ്കരി റിപ്പോർട്ട്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നത് ഇത് സംരക്ഷിക്കേണ്ട ഒരു ആവശ്യകതയെപ്പറ്റി തിരിച്ചറിഞ്ഞിട്ട് തന്നെയാണ്. പക്ഷേ അതിനോടൊപ്പം തന്നെ പബ്ലിക്കും കൂടെ തന്നെ നിന്നാൽ മാത്രമേ, പൊതുജനങ്ങൾ അതിനെ അവെയറായിട്ട് നിന്നാൽ മാത്രമേ ഇതൊരു സക്സസ് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. സോ ഡെവലപ്മെൻറ്റുകളും വേണം, ആ ഒപ്പം തന്നെ നമ്മുടെ നിലനിൽപ്പിനെ ബാധിക്കുന്ന എൻവയോൺമെൻറ്റ് സിസ്റ്റം ചെയ്ത് കൊണ്ടുപോവുകയും വേണം. അപ്പോൾ ഇങ്ങനെയുള്ള നാച്ചുറൽ റിസോഴ്സിനെ ഓവറായിട്ട് ചൂഷണം ചെയ്യുകയും അതിനെ നശിപ്പിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് തന്നെ നിലനിൽപ്പില്ലാണ്ടാവുകയാണ്. നമ്മുടെ തന്നെ ശവപ്പെട്ടിയിലെ ആണിയാണ് എന്നുള്ള തിരിച്ചറിവ് ഉണ്ടാവണം. അത് തന്നെയാണ് ഈ അവയർനെസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ പബ്ലിക്കിന് ആ തിരിച്ചറിവാണ് കൊടുക്കേണ്ടത്. നമ്മുടെ കാലിനടിയിലെ മണ്ണ് തന്നെയാണ് നമ്മൾ കളഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവയൊക്കെ ഉണ്ടെങ്കിൽ നമുക്കും നിലനിൽപ്പുള്ളൂ എന്ന കാര്യം മനസ്സിലാക്കുക. അപ്പോൾ ഇത് പൊതുജനങ്ങളിലേക്ക് എത്തിക്കുക. ഇത് എത്തിക്കണമെങ്കിൽ എന്ത് വേണം? നമുക്ക് ഈ ഫാക്റ്റുകളെ പറ്റിയുള്ള അറിവ് വേണം. ആ അറിവ് കിട്ടാൻ എന്ത് ചെയ്യണം? ഇക്കോളജി പഠിച്ച് ഈ കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ഈ അറിവും അവയർനെസ്സും കൊണ്ട് നമ്മുടെ പബ്ലിക്കിനെയും നമ്മുടെ ചുറ്റുവട്ടത്തിൽ നമ്മുടെ എൻവയോൺമെൻറ്റിനെയും ഒക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കണം. അതുപോലെ അങ്ങനത്തെ ചില ആക്ടിവിറ്റീസ് ഇപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചില ആക്ടിവിറ്റികൾ, ചില കാര്യങ്ങൾ
ഇപ്പോൾ എനിക്കെന്ത് ചെയ്യാനാണ്, ഞാനൊരാൾ വിചാരിച്ച് ഈ ലോകം മാറും എന്ന തോട്ട്സൊക്കെ മാറുക, നമുക്കും ചെയ്യാനുണ്ടാവാം. ഇന്നൊരു ദിവസം കടയിൽ പോകുമ്പോൾ ഞാനൊരു പ്ലാസ്റ്റിക് ബോട്ടിൽ മേടിക്കുന്നില്ല, അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കവർ വാങ്ങുന്നില്ല, ഞാനതെൻ്റെ ബാഗിനകത്തിട്ട് കൊണ്ടുപോയിക്കോളാം, അല്ലെങ്കിൽ കൈ പിടിച്ചുകൊണ്ട് പോയിക്കോളാം എന്ന് തീരുമാനിച്ചാലും അതൊരു മാറ്റമാണ്. മിനിമം അത്രയെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളുണ്ട്. ചെറിയ ചെറിയ 1000 കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതൊരു വലിയ കാര്യമായി മാറിക്കോളും. അപ്പോൾ നിങ്ങളും അങ്ങനെ ചെയ്യുക. അപ്പോൾ അങ്ങനെ നമുക്ക് ഈ സൊസൈറ്റിക്ക് പൊതുവെ ചെയ്യാവുന്ന കുറച്ച് കാര്യങ്ങൾ കൂടെ ഒന്ന് പറയാം. ഇത് മാത്രമല്ല കേട്ടോ, ധാരാളം കാര്യങ്ങൾ ചെയ്യാവുന്നുണ്ട്. ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊരു എക്സാം ഓറിയൻറ്റേഷനായിട്ട് ഒരു 5-6 പോയിന്റ് പറഞ്ഞു നോക്കൂ. ഒന്ന്, ജോയിൻ എ ഗ്രൂപ്പ് ഓഫ് സ്റ്റഡി നേച്ചർ സച്ച് ആസ് WWF ഓർ BNHS ഓർ എനി അതർ ഓർഗനൈസേഷൻ. നമുക്ക് എന്തെങ്കിലും ഒരു ഓർഗനൈസേഷൻ്റെ ഭാഗമാക്കാൻ പറ്റും. ഇപ്പോൾ WWF എന്താ, വേൾഡ് വൈൽഡ് ലൈഫ് ഫണ്ട് എന്ന് പറയുന്നത് ഈ ലോകത്തെ മുഴുവൻ വൈൽഡ് ലൈഫിനെയൊക്കെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് യുണൈറ്റഡ് നേഷൻസിൻ്റെ അണ്ടറിലുള്ളൊരു സംഘടനയാണ്. അതിലൊക്കെ ഒരു സാധാരണ ജനങ്ങൾക്ക് ചിലപ്പോൾ പാവം പറ്റിയെന്ന് വരില്ല. അതുപോലെ എന്താ, ബോംബെ നാച്ചുറൽ ഹിസ്റ്റോറിക്കൽ സൊസൈറ്റി എന്നൊക്കെ പറയുന്ന അതുപോലെ അത് അങ്ങനെ ഒരുപാട് സംഘടനകളുണ്ട്. ഇപ്പോൾ റിസർച്ച് സെൻറ്ററുകളും നമ്മുടെ ചുറ്റുവട്ടമുണ്ട്, അല്ലെങ്കിൽ ലോക്കൽ നമ്മുടെ ഇപ്പോൾ ട്രിവാൻഡ്രം എന്ന് പറയുന്ന ഒരു ഡിസ്ട്രിക്റ്റിനകത്തോ അല്ലെങ്കിൽ അതിൽ ഒരു പർട്ടിക്കുലർ പഞ്ചായത്തിലോ പോലും നമുക്ക് പ്ലാസ്റ്റിക് വേണ്ട, നമുക്ക് ഇങ്ങനെ നിൽക്കണം, ഇന്ന കാര്യങ്ങൾ ചെയ്യണം എന്ന് രൂപീകരിക്കുന്ന ഒരു സംഘടന അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ്റെ ഒരു പാർട്ടാവുക. ആ പാർട്ടിൽ കൂടെ എന്തെങ്കിലുമൊക്കെ ചെയ്യുക. അപ്പോൾ നമുക്ക് കുറച്ച് സ്പിരിറ്റ് കൂടുകയും ഇതിൻ്റെ ഒരു സീരിയസ്നെസ് നമുക്ക് പൊതുജനങ്ങളെ മനസ്സിലാക്കാനും നമുക്കും കുറച്ച് നല്ല കാര്യങ്ങൾ സൊസൈറ്റിക്ക് വേണ്ടി ചെയ്യാനും സാധിക്കുന്നു. അതുപോലെ റീഡ് ന്യൂസ് പേപ്പർ ആർട്ടിക്കിൾ ആൻഡ് പീരിയോഡിക്കൽ ലൈക്ക് ഡൗൺ ടു എർത്ത്. ചെറിയ ചെറിയ കാര്യങ്ങളെ പോലും മനസ്സിലാക്കുന്ന രീതിയിലുള്ള ന്യൂസ് പേപ്പറുകൾ നമുക്ക് മാക്സിമം അറിവ്, അതായത് ഈ എൻവയോൺമെൻറ്റിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ വരുന്നുണ്ട് എന്നൊക്കെ നമുക്ക് സ്വയം മനസ്സിലാക്കിയാൽ, അയ്യോ ഇതെൻ്റെ നിലനിൽപ്പാണല്ലോ, എൻ്റെ ജീവിതമാണല്ലോ, എൻ്റെ അടുത്ത ജനറേഷൻ ഇവിടെ ജീവിക്കേണ്ടതാണല്ലോ എന്നുള്ള തിരിച്ചറിവ് വന്നാലാണ് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, നമുക്ക് ഇത് സീരിയസ് ആയിട്ട് കാണാനും ഒരു മാറ്റം വരുത്താനും സാധിക്കത്തുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് അറിവാണ്. അറിവ് കിട്ടാൻ വേണ്ടിയിട്ട് ന്യൂസ് പേപ്പറോ അല്ലെങ്കിൽ ന്യൂസസോ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളൊക്കെ കാണാനും മനസ്സിലാക്കാനും ശ്രമിക്കുക. ദെൻ ഡിസ്കസ് എൻവയോൺമെൻറ്റൽ ഇഷ്യൂസ് വിത്ത് ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ്. ഇപ്പോൾ നമുക്കറിയാം, ഒരു സയൻസ് പഠിക്കുന്ന ഒരു സ്റ്റുഡൻറ്റിന് ഒരു പക്ഷേ അറിയാമായിരിക്കാം ഈ ഇന്ന കാര്യങ്ങൾ ഇന്ന പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് സൊസൈറ്റിയിൽ, അല്ലെങ്കിൽ എൻവയോൺമെൻറ്റ് പരമായിട്ട് ഇത് പ്രശ്നമാണ്, ഇങ്ങനെ പ്ലാസ്റ്റിക് കുപ്പികൾ കത്തിക്കാൻ പാടില്ല, അല്ലെങ്കിൽ കരിയില ഇങ്ങനെ കൂട്ടിയിട്ട് കത്തിക്കുന്നത് അപകടകരമാണ് എന്നുള്ള രീതിയിലുള്ള, അല്ലെങ്കിൽ വണ്ടി പൊല്യൂഷൻ ടെസ്റ്റ് ഒന്നും ചെയ്യാതെ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്ന അപകടമാണ് എന്നുള്ള കാര്യങ്ങൾ സയൻസ് സ്റ്റുഡൻസിന് അറിയാം. പക്ഷേ ഇത് മറ്റുള്ളവർക്കും അറിയണം. അവരൊക്കെ ഇത് വലിയ പ്രശ്നമല്ല, എനിക്കിത് ബാധിക്കുന്നില്ല എന്ന് വിചാരിച്ച് ജീവിക്കുന്നവരാണ് നമ്മളെല്ലാം. നമ്മുടെ സ്വന്തം ഒരു ലൈഫിലേക്ക് ഈ പ്രശ്നം വരുമ്പോഴാണ് നമുക്ക് അതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാവത്തുള്ളൂ. അതുവരെ ഇതെൻ്റെ പ്രശ്നമല്ല എന്ന് ഓർത്തിരിക്കും. പക്ഷെ അങ്ങനെ ഇത് നമ്മുടെ എല്ലാവരുടെയും പ്രശ്നമാണ് എന്ന് മനസ്സിലാക്കാനായിട്ട് ഇത് അറിവുള്ള ആൾക്കാർ, പഠിച്ച ആൾക്കാർ മറ്റുള്ളവരുമായിട്ട്, നമ്മുടെ എസ്പെഷ്യലി നമ്മുടെ ഫാമിലി, നമ്മുടെ ക്ലോസ് ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഡിസ്കസ് ചെയ്യുക, അവരിത് മനസ്സിലാക്കിപ്പിക്കുക. ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളിൽ പെട്ടതാണ്. പിന്നെ ജോയിൻ ലോക്കൽ മൂവ്മെൻറ്റ് ദാറ്റ് സപ്പോർട്ട് ആക്ടിവിറ്റീസ് ലൈക്ക് സേവിങ് ട്രീസ് ഇൻ യുവർ ലൊക്കാലിറ്റി, ഗോയിങ് ഫോർ നാച്ചുറൽ ട്രക്സ്, റെഡ്യൂസിങ് യൂസ് ഓഫ് പ്ലാസ്റ്റിക്. ഞാൻ പറഞ്ഞ കാര്യം തന്നെയാണ്. നമ്മുടെ ഒരു ലൊക്കലിയുള്ള എന്തെങ്കിലും ഒരു കമ്മ്യൂണിറ്റിയുടെ പാർട്ടാകുക, അതായത് മരസംരക്ഷണമോ മരങ്ങളെ സംരക്ഷിക്കുന്ന ഒരു ഗ്രൂപ്പ്. ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ നർമ്മദ ബച്ചാവോ ആന്തോളൻ, അങ്ങനത്തെ ചെറിയ അവിടുത്തെ ലോക്കലായിട്ട് ട്രൈബൽ ഗ്രൂപ്പുകൾക്ക് ഈ വൻകിട കമ്പനികളോടൊക്കെ ഇടിച്ചു നിൽക്കാൻ പറ്റിയിട്ടുണ്ട്, അങ്ങനത്തെ ഒരുപാട് സംരംഭങ്ങളുടെ ഭാഗമായിട്ട്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒന്നിൻ്റെ പാർട്ടാവുക, മരങ്ങളെ സംരക്ഷിക്കുന്നതിനായിട്ട് നടക്കുന്നതോ, അല്ലെങ്കിൽ നാച്ചുറൽ ട്രക്കിങ്ങിന് പോകുന്നതൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരുണ്ടാവും. അപ്പോൾ അങ്ങനെ കാടിൻ്റെ ആ സെറ്റപ്പൊക്കെ കാണുന്ന ട്രക്കിങ്ങിനൊക്കെ പോവുക, ആൾക്കാരെ പറ്റി അതിൻ്റെ ഗുണങ്ങളെ പറ്റിയൊക്കെ മനസ്സിലാക്കിക്കുക. അതുപോലെ പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം കുറയ്ക്കുന്നതിനെ പറ്റി അവയർനായിട്ടുള്ള ഗ്രൂപ്പുകൾ, അങ്ങനത്തെ ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുക, അതിൻ്റെ ഒരു പാർട്ടാവുകയൊക്കെ ചെയ്യുക. സോ അപ്പോൾ നമുക്ക് തന്നെ ഒരു സെൽഫ് മോട്ടിവേഷൻ കിട്ടുകയും കൂടുതൽ ആക്റ്റീവായിട്ട് ചിന്തിക്കാനും പറ്റുന്നതാണ്. ദെൻ ടേക്ക് പാർട്ട് ഇൻ ഇവൻറ്റ്സ് ഓർഗനൈസ്ഡ് ഓൺ വേൾഡ് എൻവയോൺമെൻറ്റ് ഡേ. ജൂൺ 5-ന് ഒരുപാട് ഇവൻറ്റ്സൊക്കെ സംഘടിപ്പിക്കുന്നുണ്ട്, പല സംഘടനകളും കാര്യങ്ങളും. അപ്പോൾ അതിലൊക്കെ ഒന്ന് പങ്കെടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ അതിലൊക്കെ വന്നിട്ട് നല്ല ആൾക്കാരൊക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടാവാം. അപ്പോൾ അതൊക്കെ കേൾക്കാനും മനസ്സിലാക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനൊക്കെ ശ്രമിക്കുക. അതുപോലെ വൈൽഡ് ലൈഫ് വീക്ക് ഉണ്ട്. ഈ സമയങ്ങളിലൊക്കെ നേച്ചറോട് ഡിപ്പെൻഡ് ചെയ്തിട്ട് അങ്ങനെ ഉണ്ടാക്കുന്ന ഇവൻറ്റുകളിലൊക്കെ പങ്കെടുക്കാൻ ശ്രമിക്കുക. അങ്ങനെ ഒരുപാടുണ്ട് കേട്ടോ. ഞാനീ പറഞ്ഞൊരു കുപ്പി വേണ്ട എന്ന് വെക്കുന്നോടം തൊട്ട് അങ്ങോട്ടേക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. സോ നിങ്ങൾ ഇക്കോളജി ഞാനൊരു ഇൻട്രൊഡക്ഷൻ ക്ലാസ് പോലെ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇതിനകത്ത് ചോദ്യങ്ങൾ വരാനും ചാൻസ് ഉണ്ട്. എന്നാലും ബേസിക്കലി മനസ്സിലാക്കേണ്ടത്, ഇക്കോളജി പഠിക്കുക എന്ന് പറയുമ്പോഴത്തേക്കും ഇതായിരിക്കണം നിങ്ങളുടെ ഒരു പ്രൈം കൺസേൺ ആയിട്ട് മുന്നിൽ നിൽക്കുന്നത്. നമ്മളിത് വെറുതെ പഠിച്ചിട്ട് കിട്ടുന്ന കാര്യങ്ങൾ പേപ്പറിൽ എഴുതി വെച്ചിട്ട് പോവുക എന്നതിനപ്പുറം ഇത്
പഠിക്കേണ്ടത്, ഈ കാര്യങ്ങളെപ്പറ്റി മനസ്സിലാക്കേണ്ടത് വരുന്ന തലമുറയ്ക്കും നമുക്കും ഒരാവശ്യമാണ് എന്ന രീതിയിൽ ചിന്തിക്കുക. കേട്ടല്ലോ? അപ്പോൾ ജസ്റ്റ് തുടക്കത്തിലൊരു ക്ലാസ് ആയതുകൊണ്ട് ഞാൻ ഇവിടെ നിർത്തുവാണ്. അപ്പോൾ അടുത്ത ക്ലാസ് മുതൽ നമ്മൾ അക്കാദമിക് ഓറിയൻ്റ് ആയിട്ട് കുറച്ചുകൂടെ ക്ലാസ്സുകളിലേക്ക് പോവാം. അപ്പോൾ ഇത് കേട്ടിട്ട് ഇതിനകത്ത് വലിയ ഡൗട്ടിൻ്റെ കാര്യങ്ങളൊന്നുമില്ല. ഡൗട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും കണ്ടു കഴിഞ്ഞിട്ട് എല്ലാവരും കമൻറ്റ് ചെയ്യണം. പിന്നെ ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വാട്സാപ്പിലോ അല്ലെങ്കിൽ ഇവിടെ തന്നെ കമൻ്റായിട്ടോ ചോദിക്കുക. നമുക്ക് നമ്മളൊരു 4-5 ക്ലാസ് ഇതുപോലെ കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു ഗൂഗിൾ മീറ്റ് വെച്ചിട്ട് 5 ക്ലാസ്സിനെ പറ്റിയും വിശദമായിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.